ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കറിയാം എൻ്റെ വീഡിയോ നോക്കുന്ന കുറേ ആൾക്കാർ ഇപ്പം കാത്തിരിക്കുന്നുണ്ടെന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്. സോ ബേസിക്കലി ഇതെല്ലാവർക്കും ഉള്ള വീഡിയോ ആണ്. അപ്പം ഇത്ര നാൾ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് പേഴ്സൺ സെബിൽ എന്ന് പറയുന്ന ആൾ ഒരു 6-7 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തം കള്ളങ്ങൾ പൊളിച്ചെടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോയുടെ ലെങ്ത് ഒരു 5-6 hours വരും. അപ്പോൾ അത്രയൊന്നും എനിക്ക് ഒറ്റ വീഡിയോയിൽ ഇടാൻ പറ്റില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ നമ്മൾ പാർട്സ് ആയിട്ട് ആയിരിക്കും ഇടുന്നത്. ആൻഡ് കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂ, ഇന്നലെ വരെ കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂയുടെ ഭാഗം വെച്ചിട്ട് ഞാൻ ഈ ക്ലോഷർ ചെയ്യുന്നതായിരിക്കും. എല്ലാ കാര്യവും ഇതിൽ വരും. ഡയറിയുടെ കാര്യം, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ, പിന്നെ എന്തൊക്കെ ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ വന്നേക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരം തരാൻ പോവുകയാണ്. ആരും പേടിക്കേണ്ട, ഒരു കാര്യം ഞാൻ മുക്കാൻ പോകുന്നില്ല. ഡോണ്ട് വറി. സോ ദിസ് ഈസ് എ വീഡിയോ വേർ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട്. അതായത് ഇൻ്റർവ്യൂ റിയാക്ഷൻ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇൻ്റർവ്യൂ റിയാക്ഷൻ അല്ല, ഇറ്റ്സ് നോട്ട് എ റിയാക്ഷൻ. സത്യം പറഞ്ഞാൽ റിയാക്ഷൻ അല്ല. പറഞ്ഞേക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ ക്ലാരിറ്റി വരുത്തുന്നു. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ ഇത് കാണിക്കുമ്പോഴത്തേക്കും ഇതിൽ ആരെങ്കിലും ബാധിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കാണിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ എന്നോട് തെറ്റ് ചെയ്തേക്കുന്ന, എന്നോട് റോങ് ചെയ്തേക്കുന്ന ആൾക്കാരാണ്. സോ ഇതിൽ ഫേസ് റിവീൽ ആവാണ്ടിരിക്കുക, അതൊന്നും ഞാൻ നോക്കുന്നില്ല. റിവീൽ ആക്കരുതെന്ന് പറഞ്ഞ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഞാൻ റിവീൽ ആക്കുന്നില്ലെന്നല്ല, ഐ വിൽ ഹൈഡ് ഇറ്റ്, അത്രേ ഉള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെ ഇടാൻ പോവാണ്. ഞാനൊന്നും നോക്കുന്നില്ല ഇനി. അതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. അതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എൻഡ് ഓഫ് ദ നോട്ട്. സോ എന്തുകൊണ്ട് ഇത്ര നാളും വീഡിയോ ഇട്ടില്ല? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ഇത്ര നാളും വീഡിയോ ഇട്ടില്ലെന്ന് വെച്ചാൽ ഐ ഡിഡ്ന്റ് ഹാവ് എ ഫോൺ. അതായത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫോണിലാണ്. അപ്പോൾ ഇത് നോക്കി സംസാരിക്കാൻ വേറെ ഒരു ഫോൺ വേണം. എനിക്ക് അങ്ങനെ ഒരു ഫോൺ ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പുതിയൊരു ഫോൺ എടുത്തിട്ടുണ്ട്. ഈ ഫോൺ ഞാൻ ഷോപ്പിലോട്ട് എടുത്താണ്. എൻ്റെ ബിസിനസ്സിന് വേണ്ടി എടുത്ത ഫോണാണ്. എങ്കിലും എനിക്ക് ഇത്ര നാളും വേറെ സെക്കൻഡറി ഫോൺ ഇല്ലായിരുന്നു. സോ ഇപ്പോഴാണ് ഞാൻ സെക്കൻഡറി ഫോൺ, ഇന്നലെയാണ് ഞാൻ വാങ്ങുന്നത്. അപ്പം അതിലോട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി. പിന്നെ ഇന്ന് അത് ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് ഞാൻ ഈ ഫോണിലാണ്, അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ഞാൻ എൻ്റെ എവിഡൻസസ് മൊത്തം ഇരിക്കുന്നത്. അപ്പം അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറേ സമയം വേണ്ടി വന്നു. ഇന്നലെ എടുത്ത ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറേ സമയം വേണ്ടി വന്നു. അപ്പോൾ ഇത്ര നാളും വേറെ ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. സമയം വേണ്ടി വന്നുകൊണ്ട് തന്നെ ഞാനിന്നിപ്പോൾ ഇത്താടെ ഫോൺ എടുത്തിട്ടാണ് ഞാനിത് റിയാക്ഷൻ ചെയ്യുന്നത്. അടുത്ത വീഡിയോ തൊട്ട് ഞാൻ ആ ഫോണിൽ വെച്ചിട്ടായിരിക്കും ഞാൻ റിയാക്ഷൻ ചെയ്യുക മോസ്റ്റ്ലി. യാ. അപ്പോൾ ഇത്ര നാളും ഇത്ത കൂടെ ഇല്ലായിരുന്നു. മീൻസ് ഞാൻ വീട്ടിലല്ല നിന്നിരുന്നത്. ഞാൻ 1 വീക്ക് വേറെ സ്ഥലത്താണ് നിന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസുള്ള ആൾക്കാർക്കറിയാം, നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് സേഫ്. ബിക്കോസ് ഒരു കള്ള കേസ് കൊടുക്കുമ്പോൾ എന്ത് കേസും ആയിക്കോട്ടെ, ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ തള്ളി നീക്കി വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ തലയിലോട്ട്. അപ്പം ഐ ഡോണ്ട് വോണ്ട് ടു ട്രബിൾ മൈ ഫാമിലി. പെരുന്നാൾ പോലും ഞാൻ എൻ്റെ വീട്ടിൽ കൂടിയിട്ടില്ല ഈ വൃത്തിയായിട്ട ആൾക്കാർ കാരണം. അപ്പോൾ അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. സോ ഐ വാസ് നോട്ട് ഹോം. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് നമുക്ക് ഇപ്പം ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ആ കള്ളക്കേസെന്ന് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ സൈഡിലുള്ളതുകൊണ്ടാണ്. സോ യാ, കേസ് നടന്നുകൊണ്ടിരിക്കുക കോടതിയിൽ. അപ്പം എനിക്ക് സീനൊന്നുമില്ല, എനിക്ക് ഇനി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇനി പറയാം എന്ന കോൺഫിഡൻസിലാണ് ഞാൻ വന്നിരുന്നത് ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സെബിൽ എന്ന് പറയുന്ന മൈ എക്സ് ഹസ്ബൻഡ്, ഓ മൈ ഗോഡ്, എക്സ് ഹസ്ബൻഡിൻ്റെ കുറേ ലീലാവിലാസങ്ങൾ എന്താ ചെയ്യുക. അപ്പം ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ചെയ്യാം. ആൻഡ് ഇത്രയും കാമായിട്ട് എങ്ങനെ ഞാൻ സംസാരിക്കുന്നതെന്ന് ഞാൻ തന്നെ എന്നെ നോക്കി വിചാരിക്കുകയാണ്. ബിക്കോസ് ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് കേൾക്കേണ്ട ഒരു മനോവികാരം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇവൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പിടിച്ചോ റോട്ടി കൂടെ പിടിച്ച് ഒരച്ചോണ്ട് പോകാനുള്ള ദേഷ്യം വന്നു. എനിക്ക് അവൻ്റെ സൗണ്ട് കേൾക്കുന്ന പോലും ടു ബി ഓണസ്റ്റ് ഇപ്പോൾ ഇഷ്ടമല്ല. അത്രയും വെറുപ്പാണ്. സച്ച് എ മാനിപ്പുലേഷൻ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇൻ്റർവ്യൂ ചെയ്ത് ആൾക്കാരെയൊക്കെ സൈഡിലോട്ട് ആക്കിയത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഹീസ് എ വെരി ഗുഡ് മാനിപ്പുലേറ്റർ. എന്തായാലും ഞാൻ ഈ മാനിപ്പുലേഷനിലൊരു 11 months സഹിച്ച് തന്നിട്ടുണ്ട്. മാനിപ്പുലേറ്റ് ചെയ്ത് എനിക്ക് ഒറിജിനലി ബൈപ്പോളാർ വന്നോന്ന് എനിക്ക് തോന്നി. ബൈപ്പോളാർ അല്ല, മെൻ്റൽ ആയോന്ന് എനിക്ക് തോന്നിപ്പോയി. ഇവൻ്റെ കൂടെ ജീവിച്ചാൽ ചിലപ്പോൾ മാനസിക രോഗം വരും എന്നുള്ളതുകൊണ്ട് ഭാഗ്യത്തിനെന്തോ ഞാൻ ഓടി രക്ഷപ്പെട്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ലെറ്റ്സ് ഗോ ടു ദ ഇൻ്റർവ്യൂ പാർട്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് കാണിച്ച് പോവാം. ഇത് തന്നെ 40 minutes എന്തോ ഉണ്ട്, മനസ്സിലായോ? 40 minutes സംതിങ് ഇൻ്റർവ്യൂ മാത്രം ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അതായത് ഫസ്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇൻ്റർവ്യൂ പാർട്ട് മാത്രമാണ് 40 minutes. ഞാനിത് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഐ തിങ്ക് 1.5 മണിക്കൂർ എന്തോ ആവും. അപ്പം അറിയാൻ ആകാംക്ഷയുള്ളവർ മാത്രം കാണുക. അറിഞ്ഞിട്ട്, അതായത് ഞാൻ ഫൈനൽ പാർട്ട് ഇട്ട് എൻഡ് ചെയ്തിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഫൈനൽ പാർട്ട് ഇട്ട് ജഡ്ജ് ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ.
രണ്ട് ഭാഗം കേട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് വെറുതെ വന്നിരുന്ന് ഡയലോഗ് അടിക്കാണ്ടിരിക്കുക. ഡയലോഗ് അടിക്കുന്ന ആൾക്കാരാണ്, അതായത് മനസ്സ് മാറുന്ന ആൾക്കാരാണ്. മനസ്സ് മാറിക്കുക എനിക്ക് പ്രശ്നമൊന്നുമില്ല, ബിക്കോസ് അറ്റ് ദ എൻഡ് ഞാനല്ലേ എൻ്റെ കാര്യം നോക്കുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്നവർ, ഈ കമൻ്റ് ഇടുന്നവർ ഒന്നും എന്നെ ബാധിക്കുന്ന ആൾക്കാരല്ല. ഇറ്റ്സ് നോട്ട് മൈ ഫാമിലി ഈവൻ. എൻ്റെ വീട്ടുകാരോ എൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന ആൾക്കാരോ എൻ്റെ ക്ലോസ് ആയിട്ടുള്ളവർ ഇവരാരുമല്ല. അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫോൺ സ്ക്രീനിൽ കാണുന്ന ഒരു ഇതേ എനിക്കുള്ളൂ. ത്രൂ എ മീഡിയം ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കുന്നു, അല്ലാണ്ട് ഇവിടെ കൊള്ളുന്ന ബന്ധം എനിക്കില്ല നിങ്ങളാരുമായിട്ട്. അപ്പം ഇനിയും പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്റ്റ് മീ, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ഒരാൾ വന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇൻ്റർവ്യൂവിലിടും. ഞാൻ കുറേ അപ്പോൾ പറയുന്നുണ്ട്, ദാറ്റ്സ് ബിക്കോസ് ഐ ഹാവ് ദിസ് ആങ്സൈറ്റി ഇഷ്യൂ. സോ യാ, ലെറ്റ്സ് ഗോ ടു ദ ഇൻ്റർവ്യൂ ഗൈസ്. ഫസ്റ്റ് തന്നെ പോപ്പിൻസ് മീഡിയ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ ഇട്ടുകൊണ്ട് കൊള്ളാം. Broadcaster or its channel cannot be held accountable for all or any views expressed during this program. ഇത് അവരിട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എന്തെങ്കിലും, അതായത് ഈ വീഡിയോയ്ക്കെതിരെ എനിക്ക് സൈബറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് കൊടുക്കാൻ പറ്റില്ല. പറയുന്ന ഡിഫമേഷനാണ് അല്ലെങ്കിൽ എന്നെപ്പറ്റി കള്ളമാണ് പറയുന്നത്. ബിക്കോസ് അവർ ഓൾറെഡി അവരുടെ സൈഡ് ക്ലിയർ ചെയ്ത് ഡിസ്ക്ലെയിമറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, സത്യമാണോ കള്ളമാണെന്ന്. വെറുതെ കിടന്ന് ഇൻ്റർവ്യൂ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും തുടക്കത്തിലോട്ട് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് സെബിലാണ്. നമസ്കാരം. നമസ്കാരം. കള്ളങ്ങളൊക്കെ ഓരോന്നായിട്ട് പോരട്ടെ. ഐ എം വെയിറ്റിംഗ് ബ്രോ. ഈ അടുത്ത് തന്നെ ഒരു വലിയൊരു കംപ്ലൈന്റ് തന്നെ പോലീസിന് പോയിട്ടുണ്ടായിരുന്നു. യൂട്യൂബർമാർക്കെതിരെ കേസ് എന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. യൂബർ ഡ്രൈവറിനെ എന്താ പറയാ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു കാര്യത്തില് സെബിലിന് എന്താ പറയാനുള്ളത്? സെബിലിനെ ചിന്തിക്കുകയാണോ? സമയം കൊടുത്തായിരുന്നു ഇൻ്റർവ്യൂവർ, കുറച്ച് സമയം കൊടുക്കണമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ വലിയൊരു കിടില സ്ക്രിപ്റ്റായിട്ട് വന്നേനെ. എന്തായാലും ഇരുന്ന് ആലോചിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അത് നമുക്ക് കേൾക്കാം. ആ ഡ്രൈവറിന് തല്ല് കിട്ടിയത് സെബില് കാരണമാണെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ? അത് സത്യമാണ്. അതായത് ഇവൻ്റെ കൂടെ നടക്കണ ഒരാളാണ്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് താമസിക്കുന്നത്. കുറെ കാലമായിട്ട്. കുറേ നാളായിട്ട് നിങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറേ നാളായിട്ട് ഒരുമിച്ച് താമസിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും നിൽക്കാൻ സ്ഥലമുണ്ട്. പിന്നെ എന്തിനാണ് മോൻ്റെ ഡ്രസ്സും ഷഡ്ഡിയും കാര്യങ്ങളൊക്കെ സഫയുടെ അവിടെ വന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ബാഗൊക്കെ എടുത്ത് സഫയുടെ ഫ്ലാറ്റിൽ വെക്കുന്നു? അതെനിക്ക് മനസ്സിലാവുന്നില്ല. നാജിക്ക് സ്ഥലമുണ്ട്, മുഹമ്മദ് സെബിലിന് സ്ഥലമുണ്ട്. സോ വൈ? കാരണം സഫ പറയുന്നത് നമുക്ക് കേൾക്കാവേ. ഓൾറെഡി ബാഗ് വണ്ടിയിൽ വെക്കാൻ പറ്റത്തില്ല, CNG വണ്ടിയാണ്, ഡിക്കി സ്പേസ് ഒന്നുമില്ല. അപ്പൊ ആ സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ബാഗ് ഇവിടെ വെച്ചോട്ടെ എന്ന്. പക്ഷെ ഇന്ന ആളുടെ ലല്ലുവിന്റെ ബാഗ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ലല്ലുവിൻ്റെ ബാഗ് ഉണ്ടെന്ന് അറിയില്ല. ഓക്കെ, പുള്ളിക്കാരി പറയുന്നത് ബാഗ് വെക്കാൻ ഇതില്ലാത്തതുകൊണ്ട് ബാഗ് അവിടെ കൊണ്ട് വെച്ചു. ഇനി വേറൊരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കേട്ടിട്ടുള്ളവർക്കറിയാം. സഫ തന്നെ പറയുന്നുണ്ട് നാജി വന്നിട്ട് നാജിക്ക് നിൽക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ബാഗ് അവിടെ കൊണ്ട് വെച്ചെന്ന്. അപ്പം നാജിക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടെന്നാണ് സെബിൽ പറയുന്നത്. സഫ കേൾക്കുന്നുണ്ടോ? സഫ, ക്യാൻ യു ഹിയർ ബ്രോ? അപ്പം സ്ഥലമുള്ളവർ എന്തിനാണ് ഇങ്ങനെ ബാഗ് വേറെ ആളുടെ ഫ്ലാറ്റിൽ കൊണ്ട് വെക്കുന്നത്? നമ്മുടെ സ്ഥലത്തല്ലേ നമ്മുടെ സാധനങ്ങൾ ഇരിക്കുക, വേറെ ഫ്ലാറ്റിൽ കൊണ്ട് വെക്കേണ്ട കാര്യമുണ്ടോ? CNGയിൽ ഡിക്കി സ്പേസ് ഇല്ലാത്തതുകൊണ്ടോ? അപ്പോൾ ഇതാണ് ബേസിക്കലി ലല്ലു നിൽക്കുന്ന സ്ഥലം. അക്വാസിറ്റിയിൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണോ എൻ്റെ ഫ്ലാറ്റ്, ആലുവയുള്ള സെബിലിൻ്റെ ഫ്ലാറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഇനി കാണാൻ ഊബർ വണ്ടി ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഊബർ വണ്ടി തന്നെ അവിടെ എത്തത്തില്ലല്ലോ, ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച് താഴോട്ട് വീഴത്തില്ലല്ലോ. അപ്പം ഇതവിടെ ഒന്നിലേ കൊണ്ടിട്ടേക്കുന്ന നാജി അല്ലെങ്കിൽ സെബിൽ. സോ നാജി അല്ല, ബിക്കോസ് നാജി ആ ടൈമിൽ അവിടെ ഇല്ലായിരുന്നു. അത് ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തെളിയിച്ചു തരാം. എന്തായാലും ഈ വണ്ടി അവിടെ കിടക്കുമ്പോഴത്തേക്കും നിൽക്കാൻ അവിടെ സ്ഥലം ഉണ്ടല്ലോ കൂട്ടാ. ഇത്രയും നല്ല കിടിലം ഫ്ലാറ്റ്, ഓ മൈ ഗോഡ്, നല്ലൊരു ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ അത്രയും സ്ഥലം ഉണ്ടായിട്ട് എന്തിന് ഈ കഷ്ടപ്പെട്ട് ഇതാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിന് മുന്നേ അക്വാസിറ്റി നിൽക്കുന്നതിന് മുന്നേ സെബിൽ താമസിച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസിൽ അക്ബർ ഖാൻ്റെ ഫ്ലാറ്റിലാണ്. അപ്പോൾ അക്ബർ ഖാൻ്റെ ഫ്ലാറ്റിൽ നിന്നിട്ട് അവിടെ വെക്കാനും സ്ഥലം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു പെട്ടി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ നാൾ താമസിച്ചായിരുന്നല്ലോ. അക്ബർ ഖാൻ എക്സ് സെബിൽ കോംബോ. അത് ഞാൻ എന്തായാലും പറയാം, എല്ലാം ഞാൻ പറയാം. ബിക്കോസ് നിങ്ങളാരും വിചാരിക്കണം ഞാനൊന്നും പറയാൻ പോകുന്നില്ലെന്ന്. എല്ലാം ഞാൻ പറയാം, എനിക്ക് പറയാനുള്ള എല്ലാം ഞാൻ പറയുന്നുണ്ട്. എനിക്കൊന്ന് ഫ്ലൈറ്റ് മോഡ് ഇട്ടോട്ടെ, അല്ലെങ്കിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും ഇതിൽ. സോ യാ, അക്ബർ ഖാൻ്റെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അക്വാസിറ്റിയിൽ ഫ്ലാറ്റ് എടുത്തു. ഇത്രയും ഫ്ലാറ്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കുട്ടാ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവരെ ലക്ഷ്യം ഇവനല്ലായിരുന്നു. ഇവനെ കിഡ്നാപ്പ് ചെയ്തിട്ട് എന്നിലോട്ട് എത്തുക, അതായിരുന്നു. കിഡ്നാപ്പ് ചെയ്ത് നിന്നിലോട്ട് എത്തി
നിന്നിലോട്ട് എത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? നിന്നിട്ട് പൂജിക്കണോ? അയ്യോ, എൻ്റെ മുൻ ഭർത്താവ് എൻ്റെ മുന്നിലെത്തി, അപ്രത്യക്ഷനായി. എന്താ ബ്രോ ഇത്? എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത്? കിഡ്നാപ്പ് ചെയ്തെത്തി, ഉഫ്, സഞ്ചിയിലാക്കി കിഡ്നാപ്പ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ, അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, ഭാഗ്യം. ഞാൻ എന്ത് ചെയ്ത് ആലുവ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കൂട്ടിയിട്ടാണ് ഞാൻ ഇവരെടുത്തോട്ട് പോണത്. ഓക്കെ, അവൻ പറഞ്ഞു പോലീസിനെ കൂട്ടി ഞങ്ങളുടെ അടുത്തോട്ട് വന്നെന്ന്. പോലീസിനെ കൂട്ടി ഞങ്ങളുടെ അടുത്തോട്ട് വന്നെന്ന് സ്വന്തമായിട്ട് പറയുന്നില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പോലീസ് വന്നെങ്കിൽ, അന്ന് പോലീസ് വന്നെങ്കിൽ പോലീസ് എന്തുകൊണ്ട് അന്ന് കേസെടുത്തില്ല? 1-ാം തീയതി അല്ലേ ഈ സംഭവം നടക്കുന്നത്. സോ അന്ന് എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല? പിന്നെ അപ്പം തല്ലിയ പാട് അപ്പോൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ പ്രശ്നമെല്ലാം തീർത്ത് നാജി പോകാൻ നേരത്താണല്ലോ പോലീസ് വരുന്നത്, സെബില് പോലീസിനെ കൂട്ടി വരുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലീസ് വന്നായിരുന്നെന്ന്. അപ്പോൾ തല്ലിയ പാട് അപ്പോൾ ഉണ്ടെങ്കിൽ പോലീസ് അപ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോകത്തില്ലേ? പോലീസ് ഒന്നും ചെയ്യാണ്ടിരിക്കുമോ? പിന്നെ അന്ന് ഈ 1-ാം തീയതി എന്തുകൊണ്ട് നാജിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായില്ല? കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞ് നിൽക്കുന്ന കമ്പിപ്പാര വെച്ച് അടി കിട്ടിയ യുവാവ് എന്തുകൊണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തില്ല? പോലീസ് മുന്നിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തില്ല? അല്ലെങ്കിൽ ഇനി ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, വന്ന പോലീസിനെ കോണ്ടാക്റ്റ് ആക്കി അവിടെ വന്ന പോലീസിനെ പ്രൂവ് ചെയ്യുക. പോലീസ് എന്തെങ്കിലും പറയണം, ലൈക്ക് അന്ന് അവൻ്റെ മേത്ത് അടി കിട്ടിയിട്ടുണ്ട്, അവന് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് പോലീസ് വന്ന് പറയട്ടെ. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവിടെ വന്ന പോലീസിനില്ലായിരുന്നു ഈ ഒരു പ്രശ്നമൊന്നും, ലൈക്ക് പോലീസ് കണ്ടിട്ടില്ല ഈ അടിച്ച പാടും കാര്യങ്ങളൊന്നും. അപ്പം ആ പോലീസ് പോകുന്നതോടെ തന്നെ സെബിലും നാജി അവിടെ നിന്ന് പോയി. പിന്നെ എപ്പോഴാണ് അടി ഏറ്റതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് സെബിൽ അടി കൊടുത്തു അല്ലേ? സെബിൽ അതങ്ങോട്ട് പറയുക. അന്ന് പോലീസിനായിട്ട് പോയ ടൈമിൽ ഇവൻ്റെ കാലും കൈയൊക്കെ അടിച്ചിട്ട് ആകെ പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് അന്ന് നമ്മളെ കൊണ്ടുപോകത്തില്ലേ? നമ്മളെ കേസ് എടുക്കത്തില്ലേ? പോലീസ് നമ്മളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകത്തില്ലേ? എന്നെയും മെഹനാസിനെയും പിടിച്ചുകൊണ്ട് പോകത്തില്ലേ? അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി, ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ നേരെ വേറൊരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ നെയിം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ പോയിട്ട് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് FIR ചെയ്ത് ഈ വിഷയത്തിന് പുറത്ത്. എക്സ്റേ ഒന്ന് കാണിച്ചാൽ കൊള്ളായിരുന്നു. ഇതുവരെ എക്സ്റേ, ഇത്രയും കാര്യങ്ങൾ വിളിച്ചു പോകുന്ന ആളെ എക്സ്റേ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇനിയിപ്പോൾ പോയി തല്ലി ഓടിക്കല്ലോ കേട്ടോ പാവൻ രാജി. ഇനി ഇവൻ പോയി തല്ലി ഓടിക്കുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. എക്സ്റേ കിട്ടാൻ വേണ്ടിയിട്ട് അളിയാ ഒന്ന് കാലൊടിക്കട്ടെ നിൻ്റെ, അതിന് വേണ്ടി പൈസ ഒക്കെ മുടക്കാൻ നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് ഇനിയും അടിക്കരുത്. എക്സ്റേ 1-ാം തീയതി എക്സ്റേ എനിക്ക് കാണണം. അന്ന് ഹോസ്പിറ്റലിൽ പോയെന്നാണ് ഇവൻ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി, പിന്നെ വേറെ ഏതോ പേര് കിട്ടുന്നില്ല അളിയന്. അപ്പം ഈ ഹോസ്പിറ്റലിലൊക്കെ പോയതിൻ്റെ കമ്പിപ്പാര വെച്ച് അടിച്ചതിൻ്റെ പ്രൂഫ് കാണിക്കുക, ഹോസ്പിറ്റൽ ഡേറ്റ് വെച്ചിട്ട് കാണിക്കുക. പിന്നെ FIR പിറ്റേ ദിവസം ഇട്ടതെന്ന് ഇവനിപ്പോൾ പറഞ്ഞു. FIR പിറ്റേ ദിവസമല്ല ഇട്ടേക്കുന്നത്. ഞാനിവിടെ FIRൻ്റെ ഇത് കൊടുക്കാം. 1-ാം തീയതി നടന്ന സംഭവത്തിന് 4-ാം തീയതിയാണ് FIR ഇട്ടത്. അതെന്താണ് 2 ദിവസം താമസം? എന്താണ് കേസ് കൊടുക്കാൻ? പോയ ഹോസ്പിറ്റൽ നെയിം പോലും അറിയത്തില്ല. പിറ്റേന്ന് FIR ഇടാൻ പോയെന്ന് പറഞ്ഞത് ഇപ്പോൾ കള്ളാണെന്ന് തെളിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിങ്ങനെ അധികം നീട്ടി സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഞാനിവിടെ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാനിവിടെ കാണിച്ചു പോകും. ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഇവന് ഇതിലൊന്നിലും ഈ ഒരു ഫ്രെയിമിലേ ഇല്ലാത്ത ഒരാളാണ് ഇവൻ ആ സഫ എന്ന് പറഞ്ഞ കുട്ടിയുടെ വണ്ടി ഓടിക്കുന്ന ആള് എന്ന് മാത്രമുള്ളൂ. അതായത് അവർ റെന്റിന് പെർ ഡേ 1000 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് വണ്ടി എടുത്ത് ഓടിക്കുന്ന ഒരാളെന്ന് ഇതന്നെ ഉള്ളൂ. അല്ലാതെ ഇവർ തമ്മിലൊരു ഇവനിതിൽ ഇൻവോൾവ് ആവേണ്ട ഒരു കേസും ഇല്ല. ഓക്കെ, നീ പറഞ്ഞത് ശരിയാണ്. നാജീനെ ഇൻവോൾവ് ആവേണ്ട ഒരു കാര്യമില്ല. നാജീനെ ഇൻവോൾവ് ആക്കിയത് നിങ്ങൾ തന്നെയാണ്, അല്ലാണ്ട് ഞാനോ മെഹനാസോ കയറി നാജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല. നിങ്ങൾ തന്നെ കുറേ ഇൻ്റർവ്യൂ പോയി കൊടുത്തിട്ട് ഊബർ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടാണ് നാജി ഇതിലോട്ട് സീനിലോട്ട് വന്നത്. പിന്നെ വണ്ടി റെൻറ്റിന് 1000 കൊടുത്തെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിച്ചാൽ കൊള്ളായിരുന്നു. February 14th to എത്ര ഡേറ്റ് ആണോ നാജി വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ February 14 മുന്നേ ആണെങ്കിൽ അന്ന് തൊട്ട് വർക്ക് ചെയ്ത 1000 സഫയുടെ അക്കൗണ്ടിലോട്ട് പോയതിൻ്റെ എന്തെങ്കിലും ബാങ്ക് ഡീറ്റെയിൽസ് കാണിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും എന്ന് എനിക്ക് സെബിലിനോട് പറയാനുള്ളത്. പിന്നെ വണ്ടി ഓടിച്ചല്ലേ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ നാജിയുടെ ഫുൾ ക്ലിപ്സ് ഇവിടെ കുറച്ച് പ്ലേ ചെയ്യാം. അപ്പം അതും കൂടെ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. കമ്പിപ്പാര വെച്ച് അടിച്ചോ, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ക്ലിയർ ആയിട്ട് കേട്ടോളൂ. ക്ലിയർ ആയിട്ട് നാജി പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പിൽ കാണാൻ പറ്റും. ബിക്കോസ് ഈസ് മൈ ഫ്രണ്ട്. നാജി എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം നാജി എന്തിനും എങ്ങനെ ചെയ്തതെന്ന് പഠിച്ചവനറിയാം. കൂട്ടുകാരനെ രക്ഷിക്കാനായിരിക്കും അല്ലേ. നാജിയുടെ ക്ലിപ്സ് പ്ലേ ചെയ്യാം. അതായത് ഈ ഡ്രൈവർ എന്ന് പറയുന്നത് സഫ, എൻ്റെ വൈഫ് ഡ്രൈവർ എന്ന് പറയുന്ന ചെക്കൻ ഇവനാണ്. ഇവൻ ഡ്രൈവർ ആയത് എപ്പോഴാ?
അന്ന് ഞാൻ ഈ പിടിക്കുന്ന അന്ന് മുതലാണ് നീ അവളെ ഡ്രൈവർ ഓക്കെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നീ വണ്ടി ഓടിച്ചായിരുന്നോ, ഡ്രൈവ് ചെയ്തായിരുന്നോ, ഊബർ ഓടിച്ചായിരുന്നോ വണ്ടിയിൽ? സത്യം പറ. സത്യം പറഞ്ഞ എന്റെ തെളിവുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നത്. കള്ളം പറഞ്ഞ ഓടിയിട്ടില്ല, നീ ഊബർ ഊബർ ഓടിയിട്ടില്ല. ഓടിയിട്ടേ ഇല്ല. ആദ്യം കള്ളം പറയാൻ നോക്കി, പിന്നെ തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാറ്റി പറഞ്ഞു. ഇപ്പോൾ സത്യം പറഞ്ഞല്ലോ, എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നാജി. കമ്പിപ്പാല വെച്ചിട്ട് ഈ സെഗ്മെന്റിൽ അടി കിട്ടി കാണില്ലല്ലേ? ഓക്കെ, ബാക്കി കേൾക്കാം. ഊബർ ഓടാനല്ല വണ്ടി എടുത്തു. ഞാൻ ഊബർ ഓടാൻ വേണ്ടിയിട്ടാണ് വണ്ടി എടുത്തത്. പക്ഷെ ഊബർ ഓടിയിട്ടില്ല. ഞാൻ അന്ന് തന്നെ ഇഷ്യൂ വന്നില്ല, വണ്ടി എടുത്ത് തല നമ്മൾ അവിടുന്ന് കണ്ട് മീറ്റ് ചെയ്ത് കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായില്ലേ, അന്ന് അതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ നാട്ടിൽ പോയതാ. നീ നാട്ടിൽ പോയി. അപ്പൊ ആ വണ്ടി ഉപയോഗിച്ചിട്ടില്ല, ആ വണ്ടി ലല്ലുവാണ് ഉപയോഗിക്കുന്നത്. അതെ, ലല്ലുവാണ് ഉപയോഗിക്കുന്നത്. ലല്ലുവാണ് വണ്ടി ഉപയോഗിക്കുന്നതെന്ന് നാജി പറഞ്ഞു. നാട്ടിൽ പോയിന്ന് ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റേഷനിൽ, തിരൂർ സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവം കഴിഞ്ഞിട്ട് ഫെബ്രുവരി 14 കഴിഞ്ഞ് നാജി കൊച്ചിയിൽ ഇല്ലായിരുന്നു. നാജി കൊച്ചിയിലോട്ട് വരുന്നത് പിന്നെ മാർച്ച് 1-നാണ്. അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം സുബൈക്കാണ് നാജി കൊച്ചിയിലെത്തുന്നത്. അപ്പോൾ അത്ര നാൾ നാജി ഉണ്ടായിരുന്ന എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. നാജി ആൻഡ് സെബിലിനോടാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കേൾക്കാം. അതായത് നീ ഇപ്പം പറയണ പോലെ ലല്ലു ഫിസിക്കലായിട്ട് യൂസ് ചെയ്യാനും അല്ലാണ്ട് യൂബർ ഓടാനൊന്നല്ല. സഫാവും യുവനും ഫിസിക്കലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കറങ്ങി നടക്കണത്. ആണ്, നിനക്കറിയാതെ അല്ലേ? നാജി സത്യം പറഞ്ഞ, നാജി സത്യം പറഞ്ഞാൽ മതി. സത്യമല്ലേ? സത്യം ആയിരിക്കും. ആർക്കെ പറയട്ടെ, എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലടാ. ഇവര് തമ്മിൽ റിലേഷൻ ഉള്ള എനിക്കറിയില്ല. ഇവര് തമ്മിൽ റിലേഷൻ എന്തുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ഒരു വട്ടം ഡ്രോപ്പ് സെക്ച്വലി മാത്രം യൂസ് ചെയ്യാം. 2 വട്ടം ഡ്രോപ്പ് ചെയ്തു. ഇപ്പം പിടിച്ചത്, അതായത് ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ പിടിച്ചതും കൂടെ കൂട്ടിയിട്ട് 3 വട്ടം. ഫെബ്രുവരി 14 നാട്ടിൽ പോയെങ്കിൽ അതിന് മുന്നേ ആണ് അപ്പോൾ നാജി ഡ്രോപ്പ് ചെയ്ത്. ഫെബ്രുവരി 14 നാജി തിരൂർ ഈ പ്രശ്നം നടക്കുമ്പോൾ പിന്നെ കൊച്ചിയിൽ വന്നിട്ടില്ലെന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ഡ്രോപ്പ് ചെയ്തെങ്കിൽ അതിന് മുന്നേ തമ്മിൽ സഫയിൽ അല്ലോ തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലോ. അതാണല്ലോ അതിൽ നിന്ന് എനിക്ക് വ്യക്തമായത്. അതാണ്. നിങ്ങൾക്ക് എന്താ വ്യക്തമാകുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പൊ ഈ രാത്രി അവിടെ പോയി നിന്നല്ലോ, ഈ സത്യം പറഞ്ഞ രാജി. ഇപ്പൊ രാത്രി അവിടെ പോയി, ഇപ്പൊ അവനെ നീ റൂമിലാക്കി കൊടുത്തു സഫയുടെ. എന്തിനു ഡ്രോപ്പ് ചെയ്തു സഫയുടെ റൂമില്? സത്യം പറഞ്ഞാൽ മതി. നീ പുറത്തേക്കായിരുന്നു, ഇപ്പൊ രാത്രി എന്തിനും പുറത്താക്കി? ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു, ഡ്രോപ്പ് ചെയ്തു. അപ്പം ഡ്രോപ്പ് ചെയ്ത് പുറത്ത് വണ്ടിയുടെ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കുന്ന ദാറ്റ് ഈസ് കള്ളവെടി ബ്രോ. കൂട്ടുകാരൻ അകത്ത് പോയി പ്ലക്കാൻ പോകുമ്പം പുറത്ത് കൂട്ട് വയ്ക്കുന്നതിനാണ് നമ്മൾ കള്ളവെടി എന്ന് പറയുന്നത്. അതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. ഇനി കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തിരൂര് പോയല്ലോ, തിരൂർ സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്കും ഈ ലല്ലു ഉണ്ടായിരുന്ന കൂടെ? നിങ്ങൾ സ്റ്റേഷനിൽ പോയപ്പോൾ ലല്ലു ഇല്ലായിരുന്ന കൂടെ? അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ അടിപിടി സംഭവം ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ലല്ലു മെഹനൂനെ തല്ലിയായിരുന്നോ? രണ്ടുപേരും അടി കൂടിയായിരുന്നോ? നിനക്ക് തല്ല് കിട്ടിയായിരുന്നോ? ഇല്ല. നിന്നെ തല്ലിന്ന് പറയിപ്പിക്കാൻ വല്ലതും പറഞ്ഞായിരുന്നോ? നിനക്ക് തല്ല് കിട്ടിയെന്ന്? ഇല്ല. ഓക്കെ. തിരൂര് വെച്ചിട്ട് നാജീനെ അടിച്ചു, പിടിച്ചു, ആക്രമിച്ചു എന്നാണ് സഫ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഫ അറിയുക, നാജി തന്നെ പറയുന്നത് നാജീനെ ആക്രമിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. നാജി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ബാക്കി കേൾക്കാം. ഊബർ എടുക്കാൻ വേണ്ടി, എഗ്രിമെൻ്റ് എടുക്കാൻ വേണ്ടിയുള്ള ദിവസമാണ് ഈ ലൈവ് എടുക്കുന്നത്. ഊബർ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. എഗ്രിമെൻ്റ് ആരുടെയല്ലോ? എഗ്രിമെൻ്റ് ഒന്നും എഴുതിയിട്ടില്ല. അഗ്രിമെൻ്റ് എഴുതിയിട്ടില്ല എന്ന് നാജി പറയുന്നു. എഴുതിയിട്ടില്ല ബ്രോ. എന്താണ് ബ്രോ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് സീക്രട്ട് ഏജൻസ് ആയി? താങ്കൾക്കൊക്കെ എങ്ങനെയാണ് എഗ്രിമെൻറ്റിൻ്റെ ഇത് കിട്ടുക? താങ്കളൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, എഗ്രിമെൻ്റ് അയക്കൂ, എഗ്രിമെൻറ്റ് കാണിക്കൂ സഫ എന്ന് പറഞ്ഞിട്ട്. എഗ്രിമെൻറ്റ് ഇത്രയും നാളായിട്ട് കിട്ടിയോ? അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എഗ്രിമെൻ്റ് ഇല്ലാത്ത എഗ്രിമെൻറ്റ് കിട്ടാൻ പറ്റില്ല. ഓക്കെ. ലൈവില്ലേ, ഈ ലൈവിൽ ലല്ലു വരുന്നുണ്ടല്ലോ സഫയുടെ വീട്ടിൽ നിന്ന്, അതിൽ നീ ഉണ്ടല്ലോ. നീ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലൈവ് നടക്കുന്ന ദിവസം നീ അവിടെ ഉണ്ടോ? ലൈവ് ഇട്ടതിന് ശേഷമാണ് നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ നീ ലൈവ് നടക്കുന്ന ദിവസം നീ ഇല്ല, എഗ്രിമെന്റ് എഴുതിയ ദിവസം നീ ഇല്ല. ലൈവ് ഉള്ളപ്പോ നാജി ഇല്ല എന്ന് പറയുന്നു. സഫ എന്താണ് സഫ, ഇങ്ങനെയല്ലല്ലോ നീയല്ലല്ലും പറഞ്ഞത്. സഫ പറഞ്ഞു സഫ റെഡിയാവുകയാണ്, അപ്പോഴാണ് ലൈവ് ലല്ലു ഇട്ടേന്ന്. അപ്പം എന്തിനുള്ള ഒരുക്കുമായിരുന്നു. സോ ഫണ്ണി, ദിസ് ഇസ് സോ ഫണ്ണി. ഇനി
ലല്ലു പറഞ്ഞ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്. ലല്ലു ഒരു ലൈവ് ഇട്ടായിരുന്നു ആ ടൈമിൽ, അപ്പോൾ അതൊന്ന് നിങ്ങൾ കേട്ടോളൂ. സഫയുടെ കുട്ടി എൻ്റെ ലൈവിൽ എങ്ങനെ വന്നെന്നുള്ള കാര്യം സഫന് എക്സ്പ്ലനേഷൻ കൊടുത്തോളും. എനിക്ക് അതിനെ പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ സഫ എക്സ്പ്ലനേഷൻ തരുമെന്നാണ് സെബിൽ പറയുന്നത്. എന്തുകൊണ്ട് സെബിലിന് അപ്പോൾ പറഞ്ഞുകൂടാ? എഗ്രിമെൻ്റ് എഴുതാൻ ഞാൻ അവിടെ കൂട്ടുന്നതാണ്. അപ്പോൾ അത്രയും ധൈര്യത്തോടെ അത് പറഞ്ഞുകൂടായിരുന്നോ? എന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞില്ല? സ്ക്രിപ്റ്റ് റെഡി ആയില്ലല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ നടത്തിയിട്ടില്ല. എന്താണ് പറയേണ്ടത്? സഫ പറയുന്നതല്ലേ ഇവന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വാലേ തൂങ്ങി അത് പറയാനുള്ള ഇത് ആയിട്ടില്ലല്ലോ. സ്ക്രിപ്റ്റ് ആവാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ സ്കിപ്പ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവളെ കൂടെ ഒളിച്ചോടിയിട്ടില്ല, അവളെ കൂടെ എങ്ങോട്ടും പോയിട്ടില്ല. ലൈക്ക് എങ്ങോട്ടും പോയിട്ടില്ല മീൻസ് ഞാൻ അവളെ കൂടെ ഓളെ ഹസ്ബൻഡും ബ്രേക്കപ്പ് ലൈക്ക് സ്റ്റോപ്പായിട്ട് ഓൾമോസ്റ്റ് ഒരുപാടായിരിക്കും. ലൈക്ക് എന്ത് ആദ്യം എന്താണ് പറയുന്നത്? ഞാൻ അവളുടെ കൂടെ എവിടെയും പോയിട്ടില്ല. അതിൽ നിന്ന് നേരെ ടോപ്പിക്ക് ചേഞ്ച് ചെയ്ത് യു വെൻ ടു ഹെർ ആൻഡ് ഹെർ ഹസ്ബൻഡ്സ് ലൈഫ്. അവർ തമ്മിൽ കുറേ നാളായി ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തില്ല ബ്രോ? നിങ്ങൾ എവിടെയും പോയിട്ടില്ലെന്നുള്ള കാര്യം വിഴുങ്ങിയോ? കാരണം നിങ്ങൾ ഒരുമിച്ച് ആ ടൈമിൽ തിരൂർ പോയിട്ടുണ്ട്, പിന്നെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ വേറെ തൃക്കാക്കര സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ഊബർ എടുക്കാൻ നിങ്ങളൊരു ഇത്താടേക്കാടൻ വീട്ടിൽ പോയിട്ടുണ്ട് February 14 മുന്നേ. അപ്പോൾ ഇതൊന്നും എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയാൻ പറ്റില്ലല്ലേ എവിടെ ഒരുമിച്ച് പോയിട്ടില്ലെന്ന്? മുക്കിയില്ലേ? വേറെ ടോപ്പിക്കിലോട്ട് പോയാൽ എന്തായാലും കൊള്ളാം. ബാക്കി കേൾക്കാം. അല്ല, സോറി, ഇവൻ പറയുന്നുണ്ട് കുറേ നാളായിട്ട് സഫയും മെഹനും പിരിഞ്ഞെന്ന്. ഇവള് പറഞ്ഞത് കുറച്ച് നാളായിട്ടുള്ളൂ, 2 weeks എന്തോ ആയിട്ടുള്ളൂ. ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ തന്നെ ഇവള് പറയുന്നുണ്ട് 2 weeks ആയിട്ടുള്ളൂന്ന്. 2 weeks ആണോ നിൻ്റെ ഒരു മനസ്സിൽ കുറേ നാളെന്ന്? വാട്ട് ഈസ് ദിസ് സെബിൽ? പിന്നെ എന്തുകൊണ്ട് ഈ ടൈമിൽ സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റമദാനാണ്. ഇനി കുറിച്ചിട്ട് സംസാരിക്കാനേ താല്പര്യമില്ല. രാത്രി 2 മണിക്ക് ലൈവ് ഇടുന്നത്. അതിൻ്റെ ഇടയിൽ കോള് വരുന്നു. ചങ്ങായിക്ക് ലൈവ് ഇടാൻ പോലും സ്വൈര്യം കിട്ടുന്നില്ല. സംസാരിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് റമദാൻ ആണല്ലോ കുട്ടാ ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത്. ഇൻ്റർവ്യൂവും കാര്യങ്ങളും ബാക്കി കുറേ കമ്പിച്ചാറ്റും കാര്യങ്ങളും ഒക്കെ റമദാൻ മാസത്തിലാണ് നടന്നിരിക്കുന്നത്. ഡബിൾ ഡാഡി സിൻഡ്രം ബ്രോ, അതാണ് ഇതിൻ്റെ പേര്. 2 തന്തയുടെ സ്വഭാവം. റമദാൻ മാസത്തിൽ പച്ചിറച്ചി തിന്നൂല എന്ന് പറഞ്ഞ ആൾ എന്നെ ഇട്ട് പച്ചിറച്ചി തിന്ന് പച്ചിറച്ചിയുടെ ഇതും വലിച്ചു കീറിയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത്. ഇപ്പൊ അവിടെ വിട്ടിട്ട് വന്നപ്പോൾ എന്ത് പറഞ്ഞാ പോയത്? ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തെടുത്താൽ വിളിക്കുമ്പോൾ വന്നാൽ മതി. ഡ്രോപ്പ് ചെയ്ത് പോവാ, വിളിക്കുമ്പോൾ വരാൻ പറഞ്ഞു. ഡ്രോപ്പ് ചെയ്ത് പോവാ, വിളിക്കുമ്പോൾ വരാം. ബേസിക്കലി കള്ളവെടി. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ട് ലല്ലു മാത്രം സഫയുടെ ഫ്ലാറ്റിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് ലല്ലു മാത്രം? ഫൺ വിത്ത് സ്റ്റാർസിൽ അജിൻ്റെ ഇൻ്റർവ്യൂവിൽ നോക്കിയാലും ലല്ലു മാത്രം അവിടെ നിൽക്കുന്നുള്ളൂ. എന്തുകൊണ്ട് നാജി അവിടെ ഇല്ല? നാജി എന്തുകൊണ്ട് കുറേ അപ്പുറം ജംഗ്ഷനിൽ പോയി നിൽക്കുന്നു? കീ കൊടുക്കാൻ ലല്ലുവിനെയാണ് ഏൽപ്പിച്ചത്. കീ കൊടുക്കാൻ പോയതായിരിക്കും അല്ലേ വണ്ടിയുടെ? ഓക്കെ. ഇപ്പൊ ഫ്ലാറ്റിൽ ഇട്ടിട്ട് എന്താ പറഞ്ഞത്? എപ്പോൾ ഇറങ്ങാനാണ് പറഞ്ഞത്? അവൻ വിളിക്കാന്ന് പറഞ്ഞു. ഇതുപോലെ നേരത്തെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? നീ നേരത്തെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാന്നറിയാവോ? കറക്റ്റ് ഓർമ്മയില്ല. 2 വട്ടം വിട്ടിട്ടുള്ളോ? അത് കഴിഞ്ഞ് ഇത് 3ാമത്തെ. ഇതിന് മുന്നേ നാട്ടിൽ പോയെന്ന് പറഞ്ഞല്ലോ. നീ നാട്ടിൽ പോയി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നീ ഇല്ല ഇവിടെ. നമ്മളൊക്കെ ഈ വീഡിയോ ഇറങ്ങി ഇവിടെ ഇതാവുമ്പോ നീ ഇല്ല ഇവിടെ. ഞാൻ ആ വീഡിയോ ഇഷ്യൂ ഒക്കെ തുടങ്ങിയാലേ ഞാൻ അന്ന് നാട്ടിൽ പോയി. ഈ സംഭവം അറിഞ്ഞിട്ടില്ല. സംഭവമൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ആ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഞാൻ നാട്ടിൽ പോയി. ഇനി എനിക്ക് ഇടപെടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇനി ഇതിന് നിക്കൂലെന്നുണ്ട്. അപ്പൊ നീ ഇപ്പൊ തിരിച്ചു വന്ന എന്തിനാ? പറഞ്ഞിട്ട് നമ്മള് ബാഗിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് പറഞ്ഞിട്ടില്ല. ബാഗിന്റെ പരിപാടി അതിന് വേണ്ടിട്ട് വന്നു. ഇഷ്യൂ ഉണ്ടായപ്പോൾ നാട്ടിൽ പോയി. പിന്നെ തിരിച്ചു വന്നത് ബാഗിൻ്റെ പരിപാടിക്ക്. നമ്മളന്ന് പറഞ്ഞിട്ടില്ലേന്ന് അവൻ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് അത് പറയുന്നുണ്ട്. കാരണം ബാഗിൻ്റെ കാര്യം ഞാനാണ് പറഞ്ഞത്. ഡിസംബർ മാസത്തിൽ സെബിൽ എൻ്റെ ലൈഫിലോട്ട് തിരിച്ചു വരാൻ നോക്കിയ ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഒന്നുമില്ല, ഇതില്ല, ജോലിയില്ല, ആ വാങ്ങിച്ചിരിക്കുന്ന ബാഗെങ്കിലും എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ബാഗ് എടുത്ത് കയ്യിൽ കൊടുത്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ വാങ്ങിച്ച ബാഗിൻ്റെ കാര്യങ്ങൾ മൊത്തം അവൻ്റെ കയ്യിലോട്ട് ഞാൻ കൊടുത്തിട്ട് അതെടുത്തെങ്കിലും ജോലി എടുക്കും, എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് വെച്ചിട്ട് അവരെടുത്ത ബാഗ് എടുക്കും, അവർ പിന്നെയും പോയി സ്റ്റോക്ക് എടുത്തോളാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അന്ന് വന്ന ടൈമിൽ നാജി ഉണ്ടായിരുന്നു. അപ്പോൾ നാജിക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാഗിൻ്റെ ഐഡിയ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെയെങ്കിലും ജോലി എടുത്ത് എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോട്ടെ. അതിങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ബാഗ് വേണ്ടവർ, ഇതുപോലത്തെ ബാഗ് വേണ്ടവർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉണ്ട്. സോ മെസ്സേജ് അയയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാരണം ഈ ബാഗ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കാം. സോ ആ വീഡിയോ ഇട്ടേക്കുന്ന ടൈം നോക്കിയാൽ മതി. അവൻ പോയി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ്റെ കയ്യിലാണ് ആ ബാഗ് ഇരിക്കുന്നത്. ജസ്റ്റ് ടു പ്രൂവ് ഞാൻ ആ ബാഗ് എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ എടുത്ത് കൊടുത്തതാണ്. ബാക്കി നാജിയുടെ കാര്യങ്ങൾ കേൾക്കാം.
ഇപ്പോൾ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടല്ലോ ഇവിടെ ആലുവയിൽ. ആ ഫ്ലാറ്റിന് പൈസ എടുത്ത് വന്നതെന്ന് ചോദിച്ചായിരുന്നോ? അതൊന്നും എനിക്കറിയില്ല. കുറച്ച് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഓനും സഫയുടെ കാര്യം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അന്ന് ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ പോയി ഇടപെടാൻ താല്പര്യമില്ല. അപ്പോൾ ഈ വീഡിയോസ് ഞാൻ പ്ലേ ചെയ്തതിൽ കുറേ വട്ടം അവൻ എടുത്തെടുത്ത് പറയുന്നത് അവന് ഇടപെടാൻ താല്പര്യമില്ലെന്നാണ്. അപ്പം ഇതിലെവിടെയാണ് ഭീഷണിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്ന ഒരാൾ കുറേ വട്ടം ഇടപെടാൻ താല്പര്യമില്ലെന്ന് പറയുമോ കുട്ടാ? എടുത്തു കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയില്ലായിരുന്നോ? അന്ന് നീ ഇല്ലായിരുന്നോ റൂമിൽ? ഇവളാ കുട്ടീനെ തല്ലുന്ന ദിവസം? കുട്ടിനെ തല്ലുന്ന ദിവസം ഉണ്ടായിരുന്നോ അറിയില്ല. അതിന്റെ തലേന്നാണ് ഒന്ന് പോലീസുകാരെല്ലാം കയറി ഇവന് അന്ന് റൂമിൽ കയറിയ സമയത്ത്. അന്ന് ലല്ലുവിനെ ആ ചായക്കട നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ? എവിടാ? തൊട്ടടുത്തൊരു ചായക്കട നിർത്തിയിട്ട് നിങ്ങൾ ഊബറിൽ വന്നിട്ട് പോലീസൊക്കെ വന്നിട്ട് പ്രശ്നമായ ദിവസം. അന്ന് നിങ്ങൾ എവിടെന്നാ വന്നത്? നമ്മളൊരു അപ്പുറത്ത് റൂം എടുത്ത് നിന്നു. അപ്പുറത്ത് റൂം എടുത്ത് നിന്ന്. നിങ്ങൾ ഷൂട്ടിനൊന്നും പോയിട്ടില്ല? തൃശ്ശൂർ ഷൂട്ടിന് പോയിരുന്നോ? തലേന്നല്ല പോയത്. ഇവള് ബാഗ് എടുത്ത് ഇറങ്ങുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാഗ് എടുത്ത് നാജിയായിട്ട് ഇറങ്ങി ലല്ലു കുറച്ച് അപ്പുറത്ത് ചായക്കടയിൽ മാറിയിരിക്കുന്നത്. അപ്പോൾ ലല്ലുവിനെ അവിടെ മാറ്റി നിർത്തിയേക്കായിരുന്നു. ഇവള് പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞ് വന്നതാണ്. അപ്പം അതിൻ്റെ തലേന്ന് ഇവർ ആലുവയിൽ തന്നെ നിന്നെന്നാണ് നാജി പറയുന്നത്. ഇവർ റൂം എടുത്ത് നിന്നെന്ന്. അപ്പോൾ സ്വന്തമായിട്ട് ഫ്ലാറ്റുള്ളപ്പോൾ എന്തിനാണ് സഫ ആലുവയിൽ റൂമൊക്കെ എടുത്ത് നിന്നത്? സ്വന്തമായിട്ട് ഫ്ലാറ്റിൽ ലല്ലു കയറിയ ആൾക്കാർ അറിയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലേ? കുഴപ്പമില്ല. ഷൂട്ടിന് പോയത് തലേന്നാണ് നാജി പറയുന്നു. അപ്പം ലല്ലു, നാജി, സഫ വന്നിറങ്ങി ഫ്ലാറ്റിൻ്റെ അവിടെ. സോ നിങ്ങൾ മൂന്നുപേരും ഒന്നിച്ച് നിന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ലോജിക്ക്. സ്വന്തമായിട്ട് ഫ്ലാറ്റ് ആലുവയിലുണ്ട്, എന്നിട്ടും വേറെ റൂം എടുത്ത് നിന്നു ആലുവയിൽ. പിന്നെ ഒരു ഇൻ്റർവ്യൂയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആലുവയിൽ ലോഡ്ജിൻ്റെ ഓണർ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻ്റ് ആണെങ്കിലും മുക്കുകയും ചെയ്തു. അപ്പം എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിച്ചാൽ മതി. ബാക്കി കേൾക്കാം. അടുത്തോട്ട് ലല്ലു പോയിട്ടുമില്ല. അതിൻ്റെ പിറ്റേന്ന് പോയി. അപ്പം നീ എവിടെ ആയിരുന്നു? ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അന്ന് ഞാൻ പോയി. പിന്നെ നിനക്ക് അറിയില്ലേ വിഷയം എന്താണെന്ന്? അറിയില്ല. ഡ്രോപ്പ് ചെയ്ത് പോയി. എത്ര വട്ടം ഡ്രോപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ കേൾക്കണം. ഇനിയാണ് മെയിൻ പാർട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മെയിൻ സഫ ലല്ലു ലവ് സ്റ്റോറിയുടെ മെയിൻ ഭാഗമാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. ഈ നമ്പർ കൊടുത്തല്ലോ, മീൻസ് ഈ ഊബർ വഴിയാണ് ഈ വഴിയാണ് പരിചയപ്പെടുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ആര്? ലല്ലുവിന് ഈ വഴിയാണോ പരിചയപ്പെടുന്നത്? അതിന്റെ മുന്നേ ഓല് പരിചയം ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ഓല് കോണ്ടാക്ട് നമ്പർ അല്ലേ കൊടുത്തു. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് കാണുമ്പോഴല്ലേ ഇവൾ അറിയുന്നത് നിന്റെ കൂടെ ഉണ്ടെന്ന്? നമ്പർ കൊടുത്തി. എന്ത് പറഞ്ഞിട്ട് സഫ ചോദിച്ചാ നമ്പർ? എന്റെ കാര്യം സംസാരിക്കണമെന്നോ? സച്ച് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എൻ്റെ കാര്യം സംസാരിച്ച് ശരിയാക്കാൻ വേണ്ടി നമ്പർ ഇവൻ്റേത് വാങ്ങുന്നു, നാജിയുടെ നിന്ന് വാങ്ങുന്നു. ഇങ്ങനെയല്ലല്ലോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ. ലല്ലു നാജിയുടെ ഫ്രണ്ടാന്ന് പോലും അറിയാത്ത ഒരു മഹത് വ്യക്തിനെ പോലെ അല്ലേ സഫ ഇരുന്ന് സംസാരിച്ചത്. കൊള്ളാം കൂട്ടാ. എന്തായാലും നിനക്ക് ലല്ലുവിനെ അറിയാൻ നോക്കി എങ്ങനെ അറിയാം? ആരാന്ന് ചോദിച്ച്. അപ്പം നീ ഒറിജിനലി ഊബർ ഓടിക്കാൻ വേണ്ടി പോകാൻ നിന്നത്. അപ്പം ലല്ലുവിൻ്റെ കോൾ കണ്ടപ്പോഴത്തേക്ക് നമ്പർ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ തമ്മിൽ കോൺടാക്ട് ചെയ്ത് ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല. പിറ്റേന്ന് ഒന്നിച്ച് പോയപ്പോ അതിന്റെ തലേ തന്നെ ഞാൻ അങ്ങോട്ട് വന്ന് ഞാൻ നാട്ടിൽ പോയി. എന്നെക്കൊണ്ട് ആവില്ല ഈ ഇഷ്യൂല് തലയിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോകും. ഇന്ന് രാവിലെ വരും. ഞാൻ ടിക്കറ്റ് കാണിച്ചത്. വേണ്ട ലാസ്റ്റിൻ്റെ സൗണ്ട് കേൾക്കും. വേണ്ടാതെ ഞാൻ വിഷമത്തോടെ പറയുന്നത്. ബിക്കോസ് അവൻ കുറേ നേരമായിട്ട് ലല്ലുവിനെ വിളിക്കും ഇവിടെ വരാൻ പറഞ്ഞിട്ട്. പക്ഷെ ലല്ലു മുങ്ങി. ലല്ലു ജീവൻ കൊണ്ട് ഓടി. എന്തിനാണ് നാജി? പിന്നെ എപ്പോഴും നാജി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയില്ല നാജി. ബാക്കി കേൾക്കാം. യൂട്യൂബിൽ ആരോ പറഞ്ഞ് മീൻസ് 1 മണിക്കൂർ മുന്നേ നിന്നെ ആരോ തല്ലിന്ന്, അങ്ങനെ ഉണ്ടോ? നിന്നെ ആലുവേനെ തല്ല് കിട്ടിയെന്ന്. നിനക്ക് തല്ല് കിട്ടിയത് ഊബർ ഡ്രൈവറിനെ തല്ലിന്ന് പറഞ്ഞ് സഫ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലോ? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇല്ല. സഫ പറയുന്നതായിരിക്കും, എനിക്കറിയില്ല. അടിയൊന്നും ഉണ്ടായിട്ടില്ല ബ്രോ. എന്താണ് നാജി ബ്രോ? അടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് മാറ്റി പറഞ്ഞു കുട്ടാ? ഈ ഇവിടെ ഊബർ ഓടിച്ചില്ല എന്നല്ലേ ഉള്ളൂ. ബാംഗ്ലൂർ ഊബർ ഓടിച്ചല്ലേ? ഇവിടെ ഓടിച്ചിട്ടില്ലല്ലോ. നീ ഊബർ ഓടിച്ചായിരുന്നോ? ഇല്ല. ഊബർ ഡ്രൈവർ അല്ല. നീ ഊബർ ഓടിക്കാനാണ് വന്നത്. അല്ല, നീ ഊബർ ഡ്രൈവർ അല്ലല്ലോ. ഓടിച്ചിട്ടില്ലല്ലോ. അല്ല, ഓടിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും, അതായത് നീയും ലല്ലു ആയിട്ട് എപ്പോഴും ആ കാർ എടുത്തിട്ട് കറങ്ങൽ തന്നെ, അല്ലാണ്ട് നിങ്ങൾ വണ്ടി ഓടാനോ പിടിക്കാനോ അല്ല. ഓടാൻ വേണ്ടിട്ട് അതിന്റെ എടുത്ത് ഇഷ്യൂ വന്ന്. അതെ, സഫാവും നീയും ലല്ലു ആയിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ വണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് യൂബർ ഇതുവരെ ഓടിയിട്ടില്ല. ആലുവ വിട്ട ആ വണ്ടി ആലുവ എറണാകുളം അങ്ങനെ ആയിട്ട് പോയത് അല്ലേ?
തിരൂര് എത്ര ദിവസം നിന്നോ? തിരൂര് 2 ദിവസം നിന്നു. ഊബർ ഓടിച്ചിട്ടില്ല, ഊബർ ഓടാൻ വേണ്ടിയാണ് വണ്ടി എടുത്തത്. തിരൂര് 2 ദിവസം നിൽക്കുന്നു. എന്തൊക്കെ കേൾക്കണം. ഇനി ഒരു സാധനം ഞാൻ കാണിച്ചു തരാട്ടാ. ഏതാ ചിരി? ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്ക് നിങ്ങൾ. ഏതാ ചിരി? കമ്പിപ്പാര വെച്ച് അടി കിട്ടി മർദ്ദനമേറ്റ യുവാവാണ്. പോയിട്ട് തിരൂർ പോയിട്ട് നമ്മളവിടെ റൂം എടുത്ത് നിന്ന് 2 ദിവസം റൂം എടുത്ത് 2 റൂം എടുത്ത്. ഒരു റൂമിൽ ഞാനും ഒരു റൂമിൽ അവർ രണ്ടുപേരും. അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ആർക്ക്? സഫിയല്ല. ഓക്കെ. 2 ഡേയ്സ് തിരൂര് നിന്നു. ലല്ലു ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ 2 ദിവസം തിരൂര് നിന്ന് നീ സഫേന്നൊക്കെയാണ് നാജി പറയുന്നത്. 2 റൂം എടുത്ത് നിന്നെന്ന്. ഇപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോ മെഹനാസിൻ്റെ ഫോണിലാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. ഞാനിത് മെഹനാസിൻ്റെ നിന്ന് സെൻഡ് ചെയ്ത് വാങ്ങിച്ചാണ്. സോ ഇത് മെഹനാസിൻ്റെ ഫോണിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് തമ്മിൽ എന്താ പറയുക, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് ഒരു ദിവസം ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് ഞാൻ അന്ന് പോയതാണ്. പിന്നെ എനിക്ക് നടക്കുന്നൊന്നും എനിക്കറിയില്ല. അവനെ താമസിക്കുന്നില്ലേ പോയിട്ട് അവിടെ? അവിടെ ഒരു ദിവസം 1-2 അവിടെ 1-2 ദിവസം അവർ ഒന്നിച്ച് താമസിക്കുന്നല്ലേ? ഇതൊക്കെ അടിയാവൂലേ? അല്ല, ഇതെന്താ അറിയോ, നീ നാളെ കള് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് വിടൂല. ഇതേപോലെ ഞാൻ സത്യം പറയാം. എന്നാ ഇത് പിടിച്ച നീ പഠിക്കണ്ട, നിന്നെ വിടൂല. ഇതേപോലെ എടാ ഫോണെടാ നിന്റെ എല്ലാവരും കോള് പോയില്ലല്ലോ. ഇതേപോലെ ഒരു ചെക്കനെ അതേപോലെ സത്യം പറഞ്ഞു. ഓൻ ഇനി എൻ്റെ കൂടെ ഓനൊരു വൈഫാണ്, ഹസ്ബൻഡാണ്. ഓന് വൈഫ്, അതുകൊണ്ട് ഓന് പെട്ടെന്ന് ഓനെ വിട്ട് ഒഴിവാക്കി. അതേപോലെ സത്യം പറഞ്ഞു. ഇതൊക്കെ അടിയായിരിക്കില്ല, അടിച്ച് പറയിപ്പിക്കുന്നതായിരിക്കും. അത്രയും നിസ്സഹായാവസ്ഥയിൽ നിന്നിട്ടാണ് മേനാസ് സംസാരിക്കുന്നത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നാജിക്ക്. നാജി ഇങ്ങനെയാണ്, എൻ്റെ വൈഫ് ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് നീ സത്യം പറയാന്ന് പറയുക. അത്രയും സംസാരിച്ചിട്ടും സ്റ്റാർട്ടിങ് മുതൽ കാര്യം പറ. ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ എൻ്റെ കമ്പനിക്കാരുടെ അടുത്ത് നമ്പർ ഒപ്പിച്ചു. സഫായുടെ നമ്പർ നീ ഒപ്പിച്ച്? സഫായുടെ നമ്പർ ഒപ്പിച്ച് അങ്ങനെ ഞാൻ സഫാനെ കോൺടാക്ട് ചെയ്തു. എന്ത് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്ത്? വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട്, എനിക്ക് ഓടാൻ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തു. വണ്ടി വേണമെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്ത് അങ്ങനെ അവൾ പറഞ്ഞ് ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, അപ്പോൾ ആദ്യം വണ്ടി ഓടിയ ചെക്കനാ. എനിക്കൊന്നും അറിയില്ല, റെന്റിനോടത്തെ കാര്യം അറിയില്ല. ഞാൻ ഓടിക്കൊണ്ടുണ്ടായതാ. ചെക്കൻ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് അവൻ വണ്ടി തരൂല എന്ന് പറഞ്ഞേരോ അവിടുന്ന് എന്താ പറയുക തൃക്കാക്കര സ്റ്റേഷനിൽ നിന്നിട്ട് പോലീസുകാർ വന്നിട്ട് ഇതാക്കിയതാണ്. ആദ്യം ഊബർ ഓടിച്ചുകൊണ്ടിരുന്ന ആളുടെ ഫ്ലാറ്റിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് സഫ വണ്ടി എടുക്കുന്നത്. അതായത് ഫസ്റ്റ് ഊബർ ഓടിയ ആളുടെ ഫ്ലാറ്റിൽ നാജിയും ലല്ലുവും സഫയും ഒരുമിച്ച് പോയി. സഫ അത് കഴിഞ്ഞിട്ട് പോയി. ആദ്യം നാജിയും ലല്ലുവും പോയിട്ടുണ്ട് ഈ ആളുടെ ഫ്ലാറ്റിൽ. അപ്പോൾ ഇത്രയും കമ്പനി, അപ്പോഴും നീ പറയുന്നത് നിനക്ക് വണ്ടി കൊടുക്കുന്നവരെ ലല്ലുവിൻ്റെ ഫ്രണ്ടാണ് നാജിന്ന് അറിയത്തില്ലായിരുന്നു. എന്തൊക്കെ കഥയായിരുന്നു. ഇനി നമുക്ക് പഴയ ഊബർ ഓടിച്ച ആളുടെ ഇത് കേൾക്കാം, അവരുടെ ഒരു സംസാരം നമുക്ക് കേൾക്കാം. ഇൻ്റർവ്യൂവിൽ ഇതൊന്നും അല്ല പറഞ്ഞത്. സോ ഓടിച്ച ആളുടെ സംസാരം എന്തായാലും കേൾക്കാം. ഞാനിതിൽ വോയിസ് ചേഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ വോയിസ് അല്ല ഞാൻ വെക്കുന്നത്. ഞാൻ ഇൻഷോർട്ട് ആപ്ലിക്കേഷൻ വഴി വോയിസ് ചേഞ്ച് ചെയ്തിട്ടാട്ടോ ഞാൻ വെക്കുന്നത്. ബിക്കോസ് അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാണ്ടിരിക്കാനാണ്. ഇനി ഒറിജിനൽ വോയിസ് വേണ്ട ആൾക്കാർക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒറിജിനൽ ഞാൻ പ്ലേ ചെയ്ത് ആളുടെ അക്കൗണ്ട് സഹിതം ഞാൻ വെച്ച് കാണിച്ച് നിങ്ങൾക്ക് അയച്ചു തരാം. ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ കൊടുക്കണേലും എനിക്കൊരു പ്രശ്നമില്ല. സോ ഇത് ജസ്റ്റ് ബിക്കോസ് ഇത്രയും ആൾക്കാർ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് അവർക്ക് അവരുടെ സൗണ്ടോ അവരുടെ കാര്യങ്ങളോ അവരറിയുന്ന ആൾക്കാർ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. വേറൊന്നുമല്ല, ഞങ്ങളുടെ ആ വാഗണറില്ലേ, അത് ഊബർ ഓടാൻ വേണ്ടി എടുത്തതാണ്. എന്നിട്ട് ഇവന് എൻ്റെ ഹസ്ബൻഡ് കൂടുതൽ പാക്കേജ് കാര്യങ്ങളോ ഓടാറ്. അപ്പോൾ അവന് ഒരുമിച്ചാവും പൈസ ഇട്ട് കൊടുക്കാറ്. നിങ്ങളെ വൈഫ് വിളിച്ചിട്ട് എന്തോ EMI മുടങ്ങിയതിൻ്റെ പലിശയല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബഹളം വെച്ച് വരും. അങ്ങനെ പിന്നെ ഇവൻ പാക്കേജ് പോകുമ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ പാക്കേജ് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് പോയത്. എന്നിട്ട് പാക്കേജ് കഴിഞ്ഞിട്ട് ബാക്കി പേയ്മെന്റ് നോർമലി അങ്ങനെ ചെയ്യാറ്. അങ്ങനെ പിന്നെ ഇവർക്ക് വണ്ടി റിട്ടേൺ വേണം എന്നുള്ള ബൈ ശരി ആയിക്കോട്ടെ. അപ്പോൾ ഇവര് രാത്രി വീട്ടിൽ വന്ന് ഭയങ്കര അലമ്പൊക്കെ. നിങ്ങൾ സ്റ്റോറി ഇട്ട പയ്യനില്ലേ, ആ പയ്യനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം ആ പയ്യനും 2 പയ്യന്മാരാ വന്നേ. ഇവര് വന്നിട്ട് വണ്ടി ഇപ്പൊ തന്നെ കൊണ്ടുപോകണമെന്നു. അപ്പോൾ മനുഷ്യരുന്ന് കൊണ്ടുപോയിക്കോ. അഡ്വാൻസ് 10K കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് ബാലൻസ് ഉള്ളത് ഇപ്പോൾ റെന്റിന്റെ കുറച്ചിട്ട് ബാലൻസ് ഉള്ളത് തന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോ നല്ല ആൾക്ക് പറഞ്ഞു.
ഇവര് തീരെ സമ്മതിക്കില്ല. ഇവര് ബാലൻസ് പൈസയും തരില്ല. ഇവർക്ക് വണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കുറെ ഭയങ്കര പിടിവാശിയായിരുന്നു. സോ ഇപ്പം നാജി പറയുന്ന കാര്യം ഇവർ പറയുന്ന കാര്യം മാച്ച് ആവുന്നില്ല. ഭീഷണിപ്പെടുത്തി പറയുന്നതാണെങ്കിൽ നാജി അന്ന് ഫുള്ള് സത്യം പറഞ്ഞിട്ട് ഇപ്പം നാജി മാറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഊബർ ഡ്രൈവർ വണ്ടി ഓടിച്ച ആളും നാജി പറയുന്ന കാര്യവും സത്യമല്ലേ. തൃക്കാക്കര പോലീസ് വന്നതും ഈ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയതും. അപ്പം അന്നും നാജി ലല്ലുവാണ് ആദ്യം അവരുടെ വീട്ടിലോട്ട് പോകുന്നത്. ഒരു മണി സമയത്ത് ഒരു ഇതും ഇല്ലാണ്ട് സഫയുടെ വാക്കും കേട്ട് ഒരാളുടെ വീട്ടിൽ കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കി പോലീസിനെ വിളിച്ച് വരുത്തി വാവായിട്ടുണ്ട്. സഫയുടെ കാറ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ സഫയുടെ കാറ് എങ്ങനെയെങ്കിലും അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് അവൾക്ക് ലല്ലുവിന് കൊടുക്കണം. വാട്ട് എ പ്യാർ ഗൈസ്, വാട്ട് എ ലവ് സ്റ്റോറി. പക്ഷെ സഫ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വണ്ടി അവിടെ പൊടി തട്ടി കിടക്കുവാണ്, വണ്ടി കുറേ നാളിലായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല, അതാണ് ഇതാണ്, വണ്ടി ഇതാക്കാൻ ആരെങ്കിലും വേണം. അപ്പം ഈ പിടിച്ചുപറി എന്തുകൊണ്ട് മുക്കി സഫ? നിങ്ങളിങ്ങനെ സ്റ്റേഷനിൽ പോയി ഇത്രയും പ്രശ്നം ഉണ്ടാക്കി, നീ നാജി ലല്ലും സ്റ്റേഷനിൽ പോയി കഷ്ടപ്പെട്ട് അങ്ങനെയാണ് വണ്ടി കിട്ടിയെന്നുള്ള കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? മുക്കിയില്ലേ? ആണെങ്കിൽ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇപ്പൊ വേറെ റൂം നോക്കിയപ്പോൾ ഞങ്ങൾ ഇവിടെ ഷിഫ്റ്റ് ആവാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ റൂം നോക്കിക്കൊണ്ടിരിക്കണേന്ന്. അങ്ങനെ തൽക്കാലത്തിന് സ്റ്റേ ചെയ്തതാ. ഇവിടെ രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാ ചെക്കന്മാരാദ്യം വന്ന്. എന്നിട്ട് പിന്നെ ആകെ വർത്താനെ ഉന്തും തൊള്ളൊക്കെ ആയപ്പോ പിന്നെ അവിടുത്തെ നിന്നിരുന്ന റൂമിന്റെ ആള് പറഞ്ഞു ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. രാത്രി 1 മണിക്ക് കയറി ചെന്ന ആക്രമണം. ഇതാണ് ആക്ച്വലി ഗുണ്ടായിസം. ഗുണ്ടിച്ചിയും 2 ഗുണ്ടകളും. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു സഫ. വന്നിട്ട് രാത്രി ഒരു 2 മണിക്കാവണ നേരത്ത് വന്ന്. അതും ഈ റോട്ടിൽ പോണ കൺട്രോൾ റൂമിലെ പോലീസുകാരില്ലേ അവരെ കൂട്ടിട്ട് വന്ന്. അങ്ങനെ പോലീസുകാർ വഴി സംസാരിച്ചപ്പോഴും ഞങ്ങള് നോർമലായിട്ട് പറഞ്ഞു ശരി ഞങ്ങളുടെ ബാലൻസിൽ തന്നിട്ട് നിങ്ങൾ വണ്ടി കൊണ്ടുവെക്കുമെന്ന് തന്നെ അപ്പോഴും പറഞ്ഞു. അപ്പൊ പോലീസുകാരും പറഞ്ഞു ഇവരെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നിങ്ങൾ ബാക്കി പൈസ കൊടുത്തിട്ട് നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത് പറ്റില്ല, അവരാകെ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കണായിരുന്നു. ആദ്യം ഗുണ്ടകളെ വിട്ട് പിന്നെ സഫ എത്തി. ഒരു വണ്ടി ഊബർ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അഡ്വാൻസ് കൊടുക്കും ഊബർ എടുക്കുന്നതിന്. അപ്പോൾ ആ അഡ്വാൻസിൽ നിന്ന് റെൻ്റ് എടുത്തിട്ട് ബാക്കി പൈസ എന്തുകൊണ്ട് കൊടുത്തില്ല സഫ? സോ ഗ്രീഡി. കം ഓൺ സഫ, ഡോണ്ട് ഡു ദിസ്. പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആക്രാന്തോ, ഇത്രയും പിടിച്ചു പറയോ? പിന്നെ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷൻ തൃക്കാക്കര സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞ് വിളിച്ച്. അപ്പോഴും ഈ സ്റ്റോറി ഇട്ട പയ്യനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ ചെന്ന് ഒത്തുതീർപ്പ് പോലെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കാര്യങ്ങളൊക്കെ ആയി. ബാലൻസ് ഉള്ളതിന് പൈസ തരാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാത്രി ഇട്ട് തരാന്നൊക്കെ പറഞ്ഞ് പോലീസുകാരന്റെ വഴി മധ്യസ്ഥതയിൽ ഉറപ്പൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാ. പിന്നെ പൈസയില്ല, ഒരു വിവരവും ഇല്ല. അപ്പോഴും കഥയിലെ നായകനുണ്ട് കേട്ടോ. വാവ്. ഇതായിട്ടൊരു ബന്ധമില്ലാത്തത് അറിയില്ല കേട്ടാ. പിന്നെ റംഷി കാസർഗോഡ് എന്നിട്ടൊരു പയ്യൻ, ആള് വഴിയാണ് ഈ വണ്ടി കിട്ടിയത്. അങ്ങനെ പിക്ക് ചെയ്തത് കളക്ട് ചെയ്തത് ഈ സഫ എന്ന് പറഞ്ഞ ലേഡിയുടെ വീട്ടിൽ പോയി, വീടെന്ന് തോന്നുന്നു ആലുവയില്, അവിടെ പോയിട്ടാണ് കളക്ട് ചെയ്തത് കാര്യങ്ങളൊക്കെ. ബാക്കിയൊക്കെ ഈ ഇപ്പൊ റെന്റ് കട്ടായാലും കാര്യങ്ങളൊക്കെ ഈ റംഷി കാസർഗോഡ് എന്ന് പറഞ്ഞ ആളാണ് വിളിക്കാറും കാര്യങ്ങളൊക്കെ. ഇത്രയുള്ള അപ്പോൾ പണ്ട് ഊബർ ഓടിച്ച ആളുടെ കാര്യങ്ങളാണിത്. അപ്പം ഇതും കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. സഫ നിന്നെ വണ്ടി കോണ്ടാക്ട് ചെയ്ത്. സഫ കോണ്ടാക്ട് ചെയ്തിട്ട് നീ എവിടെ വന്നു സഫാനെ കാണാൻ? ഞാൻ സഫാനെ കാണാൻ ഇവിടെ വന്ന്. എവിടെ? സഫാന്റെ ഫ്ലാറ്റിന് എടുത്തു. സഫാന്റെ ഫ്ലാറ്റിലേക്ക് നീ വന്ന്. എന്നിട്ട് ലഗേജ് അവിടെ വെച്ച്. നീ എങ്ങനെ വന്ന്? ഞാൻ ഊബർ വിളിച്ചു. നീ ഊബർ വിളിച്ച് സഫാന്റെ ഫ്ലാറ്റിൽ. എന്നിട്ട് അവിടെ ബാഗ് വെച്ച്. ബാഗ് സ്റ്റേ ചെയ്തില്ല? സ്റ്റേ ചെയ്തിട്ടില്ല. നീ അവിടുന്ന് അപ്പൊ തന്നെ ഇറങ്ങി? ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി. ഊബർ വിളിച്ച് പോയാ നാജി? അപ്പം നിങ്ങളുടെ ആക്സസ് എവിടെ? ആക്സസിലായിരുന്നു തൊടുപുഴ മൊത്തം കറങ്ങിക്കൊണ്ടിരുന്നത്, വിലസിക്കൊണ്ടിരുന്നതാണ് നാജിയിലല്ലോ. ആക്സസ് എവിടെ പോയി? ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവും അല്ലേ? ലല്ലുവിന് ലഗേജ് എൻ്റെ തന്നായിരുന്നു. പിന്നെ പിറ്റേന്നാണ് അവൻ അങ്ങോട്ട് വരുന്നത്. എന്താ പറയുക, ഫസ്മിനാൻ്റെ കേസൊക്കെ വെക്കും എന്തെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തു. അതായത് നേരിട്ടുള്ള കോണ്ടാക്ട്? നേരിട്ടല്ല, ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ട് പിന്നെ മീറ്റ് ചെയ്തു. അന്ന് അവിടെ സ്റ്റേ ചെയ്തത്? അവൻ അവിടെ സ്റ്റേ ചെയ്തിപ്പോന്ന് എനിക്കറിയില്ല. നീ കളവ് പറയല്ല. ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. മുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അപ്പോൾ ഫസ്മിനയുടെ കാര്യം സഫയ്ക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടാണ് സഫ മീറ്റ് ആക്കുന്നത്. പക്ഷേ സഫ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ, സഫ എൻ്റെ ക്ലോസ് ഫ്രണ്ടല്ല, സഫയ്ക്ക് എന്നെ വീഡിയോസിൽ മാത്രമുള്ള പരിചയമുള്ളൂ, ഞാൻ കുറേ കരയുന്ന റീൽസൊക്കെ ഇട്ടിട്ട് അങ്ങനെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിക്കുന്ന കൂട്ടുകാരി അല്ലായിരുന്നോ? പിന്നെ എന്തുകൊണ്ട് എൻ്റെ കാര്യം അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ലല്ലുവിനെ വിളിച്ചു വരുത്തി കൂട്ട അവിടെ എന്ത് കിട്ടാനാണ്? ഇനി നിങ്ങൾ ഇൻ്റർവ്യൂ ഇട്ട് വെളുപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വെളുപ്പിച്ചോ, എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാനിവിടെ പറയും, ഖതം, ക്ലോസ്, എൻഡ് ഓഫ് സ്റ്റോറി. സഫാനെ പറ്റി ഇനി സഫയുടെ അയൽവാസികൾ
അറിയാവുന്ന ആൾക്കാർ പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം. ഇതാണ് അവളും അവളുടെ എക്സും. സഫയുടെ ആദ്യ ഭർത്താവിൻ്റെ ഫോട്ടോ ആണ്. ഞാൻ എന്തായാലും വെക്കുന്നില്ല, ബിക്കോസ് പുള്ളിയോട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. പുള്ളി അതിലും വലിയ ദുരന്തം പുള്ളിയുടെ ജീവിതത്തിൽ വരാനില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം വെറുതെ പുള്ളീനെ ഇതിലോട്ട് ഞാൻ ട്രാഗ് ചെയ്യുന്നില്ല. ബട്ട് യാ, എന്താണ് അതിൽ പറയുന്നത്, ഇവൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ എന്തോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് 2 വർഷം ആലുവയിലുള്ള ബനാത്തിൽ ചേർത്തു, നന്നാവുമെന്ന് കരുതി. +2 കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിച്ചു, വീട്ടുകാർക്ക് നാണക്കേട് ഉണ്ടാക്കണ്ട എന്നുള്ളത് വെച്ച്. സ്കൂൾ ടൈം ഉള്ളതുകൊണ്ട് ടീനേജ് തിങ്സ് ആണെന്ന് കരുതി. പക്ഷേ മാരേജ് കഴിഞ്ഞ് അവളുടെ പേരൻസിന് ഒരു സമാധാനം അവൾ കൊടുത്തിട്ടില്ല. അവളുടെ പേരൻസിന് ഇപ്പോഴും ഇവളുടെ കാര്യം ഓർത്ത് വിഷമമാണ്. ഇനിയും 2 പെൺകുട്ടികൾ ഉള്ളതല്ലേ, അതുകൊണ്ട് കൂടിയാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് തിരിച്ചവളെ വീട്ടിലേക്ക് വിളിക്കാത്തത്. സിസ്റ്ററിൻ്റെ ഫ്യൂച്ചറിൽ ലൈഫ് മോശമാക്കാതെ ഇരിക്കുക. സിസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് മാരേജിൽ വന്ന ഇഷ്യൂ ഒന്നും അവർ പുറത്തു പറയില്ല, ബിക്കോസ് ആ പയ്യൻ്റെ വീട്ടുകാർ കുറച്ച് നല്ല ഇമേജ് ഉള്ളവരാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് അയൽവാസി പറയുന്നത് കേട്ടോ, ചാറ്റേ ഉള്ളൂ, ജസ്റ്റ് ആൻ അലിഗേഷൻ ബ്രോ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇനി കുറച്ച് സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ച് വീഡിയോ കോൾസിൻ്റെ ദൃശ്യങ്ങളാണ്. മുഹമ്മദ് സെബിലാൻ നാജി വിലസുന്നു. ഇതാണ് പരിക്ക് കിട്ടിയ നാജിയാണ് കേട്ടോ. ഇത് ഊബറിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണെന്ന് ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് എപ്പോൾ വേണേൽ ഊബറിൽ കറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്യാൻ. എൻ്റെ വാപ്പ അല്ല ഊബറിൻ്റെ പൈസ 1000 രൂപ കൊടുക്കുന്നത്, അപ്പം നാജിക്ക് ആരെ വേണേൽ കൂട്ടാന്നുള്ള റൈറ്റ് ഉണ്ടെന്നാണ് ഷിബ്ലി ഇൻ്റർവ്യൂവിൽ പറയുന്നത്. പക്ഷേ നിങ്ങളിങ്ങനെ ആരുടെ വാപ്പ കൊടുക്കാമെന്നല്ല, നിങ്ങളിങ്ങനെ രണ്ടുപേരും വിലസിക്കൊണ്ടിരുന്നാൽ 1000 രൂപ വെറുതെ കൊടുക്കാൻ പറ്റുമല്ലോ. അതിൽ ബാക്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കസ്റ്റമേഴ്സിനെ കയറ്റേണ്ട കൂട്ടാ. കസ്റ്റമേഴ്സ് ഒന്നും കയറ്റാണ്ട് ഇങ്ങനെ കറങ്ങി വിലസുമ്പോൾ അതെന്താണിത്? അതാ ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. വാവ്, വീഡിയോ കോൾ ചെയ്യുന്നൊരു പെണ്ണിനെ കേട്ടോ, ഞാൻ പറയുന്നില്ല, അവളുടെ ഐഡൻറ്റിറ്റി ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുത്ത് തല്ലുകൊണ്ട് നാജി വൈറൽ. തല്ലുകൊണ്ട നാജി എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് തല്ലുകൊണ്ട നാജി എന്താ കഴിക്കുന്ന വടയൊക്കെ കഴിക്കും കൂട്ടാ. കമ്പിപ്പാര വെച്ച് അടി കിട്ടിയിട്ട് ഇത്ര ഇടുന്നത് ശരിയായോ? അതോ പുതിയ ഐഡൻറ്റിറ്റി? എനിക്ക് തോന്നുന്നു ലല്ലു തന്നെ പുതിയ ഐഡൻറ്റിറ്റി നാജിക്കിട്ടാണ്, തല്ലുകൊണ്ട നാജിന്ന്. ഇതെന്താണ്, ഇബി ഷിബിക്ക് സഫ അയക്കുന്ന സ്നാപ്പുകളാണിത്. സോ ഇതിൽ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഫെബ്രുവരി 1 അയച്ചിട്ടുണ്ട്, ജാനുവരി വരെ ഈ സ്നാപ്പ് അയച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടായിരിക്കും അല്ലേ? എന്താ ചെയ്യുക, എന്താ ഇതിനൊക്കെ പറയാം. ഇനി ബാക്കി കേൾക്കാം. ബാക്കി നമുക്ക് ഇൻ്റർവ്യൂയുടെ ഭാഗത്തോട്ട് പോവാം. സഫയുടെ ഡ്രൈവർ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വന്നത്? അതായത് നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നു? ഞങ്ങൾ നേരത്തെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളത്തോട്ട് മാറിയായിരുന്നു. ഞങ്ങളൊരു ഓൺലൈൻ ഒരു സ്റ്റോർ തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് മാറിയായിരുന്നു. ഓൺലൈൻ ബാഗ് ബിസിനസ്സോ? ഓൺലൈൻ ബാഗ് ബിസിനസ് എങ്ങനെയാണ് വന്നത്? ബാഗ് എവിടെ നിന്നാണ് വന്നത്? ബാഗ് ആരാണ് ബ്രോ ബാഗ് പർച്ചേസ് ചെയ്ത ഡൽഹിയിൽ നിന്ന്? എന്നിട്ടും എൻ്റെ ആ ബാഗ് എൻ്റെ കയ്യിൽ സെപ്റ്റംബർ വരെ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ച റൂം വൃത്തിയാക്കി എന്നുള്ള വ്ളോഗിൽ 4 മാസം മുന്നേ ഉള്ള വ്ളോഗിൽ ഇതാ. അപ്പോൾ ഈ ബാഗ് വേണ്ടവർ, ഈ ബാഗ് ഇതുപോലത്തെ ബാഗ് വേണ്ടവർ, വൈറ്റ് ആൻഡ് ആ ബാഗ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് അത് ഞാൻ കൊടുത്തു. എൻ്റെ ഒരു മനസ്സേ, ഡിസംബറിൽ വന്നിട്ട് ഞാൻ ഈ ബാഗ് കൊടുക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഡിസംബറിൽ വന്നിട്ട് എൻ്റെ കയ്യിലുള്ള ബാഗ് മൊത്തം ഞാൻ കൊടുത്തു. പക്ഷെ ഇവൻ പറയുന്നത് ഇവൻ എൻ്റെ അവിഹിതം പൊക്കിയോണ്ടാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് സെപ്റ്റംബർ മാസത്തിൽ. അപ്പോൾ അവിഹിതമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ തിരിച്ചൊന്ന് കാല് പിടിക്കുമോ? അതിൻ്റെ വികാരം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് ഞാൻ പൊളിച്ചടുക്കി തരാം. എൻ്റെ അവിഹിതവും എനിക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ ക്ലിയർ ചെയ്യുന്ന എന്നിട്ട് ടെൻഷൻ ആവണ്ട, ആരും ടെൻഷൻ ആവണ്ട. ഓക്കെ, ബാക്കി കേൾക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവന് പാർട്ട് ടൈം ആയിട്ട് ഊബർ ഓടാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തോ സ്റ്റോറി കണ്ടിട്ടായിട്ട് തോന്നുന്നു കോണ്ടാക്ട് ചെയ്യണേ. അങ്ങനെ ഇവർ കണക്ഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓണർ സ്റ്റാഫ് ആ ഒരു ബന്ധം, അത്രേ ഉള്ളൂ. ഓണർ സ്റ്റാഫ് ബന്ധം. അപ്പം ഇത്രയാണ് നാജി, സഫ, ലല്ലു ഇഷ്യൂ. എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി വെളുപ്പിക്കാൻ വരുമായിരിക്കും. ഇന്നിപ്പോൾ സഫ സ്റ്റോറി ഇട്ടിട്ട് ഗൈസ് ഞാൻ എവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞ് വരുമായിരിക്കും. ലല്ലു കുറേ സ്നാപ്പിൽ സ്റ്റോറി ഇടുമായിരിക്കും, ടർക്കിയൊക്കെ തലയിലിട്ടിട്ട് സ്റ്റോറി ഇടുമായിരിക്കും. പക്ഷേ ടു ബി ഓണസ്റ്റ് ഐ ഡോണ്ട് റിയലി ഫക്കിങ് കെയർ ബ്രോ. ഞാനിത് റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യുകയാണ്. സഫ, ലല്ലു, നാജി എന്നുള്ള വിഷയം. ഇനി ബാക്കി ഇൻ്റർവ്യൂസിൽ എങ്ങനെ വരുന്നതെന്ന് ഞാൻ ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഓരോന്ന് റിയാക്ട് ചെയ്ത് പോവാണ്. അപ്പോൾ അതിലും എനിക്ക് അത്രയും ബുദ്ധിമുട്ടി പറയേണ്ട എന്തെങ്കിലും എനിക്ക് നേരെ അലിഗേഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും. അല്ലാണ്ട് ഇവൻ ഇനി പോകുന്ന ഇൻ്റർവ്യൂസിലൊക്കെ സഫയുടെ കാര്യം, നാജിയുടെ കാര്യമൊക്കെ കുക്ക്ഡപ്പ് സ്റ്റോറീസ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അത് റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം വെറുതെ വീഡിയോ ഇട്ട് ടൈം കൂട്ടണ്ടല്ലോ. സോ അത്രേ ഉള്ളൂ. മാനിപ്പുലേഷൻ സ്കിൽ എന്തായാലും നടക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ.
നാജിയോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീസ് എ വെരി ഗുഡ് മാനിപ്പുലേറ്റർ. അപ്പം അവന് വേണ്ടി നീയാണ് നാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാണ്ട് സ്വന്തം കൂട്ടുകാരനാണേലും കൂട്ടുകാരന് എവിടെയും നാണക്കേട് വരുന്നില്ല. നീയാണ് ഇതിൽ നാറുന്നതെന്നാണ് എനിക്ക് നാജിയോട് പറയാനുള്ളത്. അപ്പം ഒരു ദിവസം അവൻ നിന്നിട്ടിട്ട് പോകുമ്പോൾ നിനക്ക് മനസ്സിലാവും നിനക്കൊരു നല്ല ജീവിതമുണ്ട്, അത് നീയായിട്ട് കുളമാക്കുവാണ്. പിന്നെ സഫയോട് എനിക്ക് പറയാനുള്ളത്, സഫ എനിക്ക് നിന്നോട് ഒരു സീനും ഇല്ല, പക്ഷേ സഫ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യു ആർ വിത്ത് എ ചീറ്റർ. നീ ഇപ്പം അവൻ്റെ കൂടെ അല്ലെന്ന് നീ എത്രയൊക്കെ പറഞ്ഞാലും പേഴ്സണലി എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല, ബിക്കോസ് യു ഹാവ് ബ്ലോഗ്ഡ് മീ എവ്രിവെയർ. അപ്പം ഈ ഒരു വീഡിയോ നീ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഏതെങ്കിലും ഒരു കാലത്ത് നിനക്ക് മനസ്സിലാവുകയാണെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്നത് പറയാണ്ടിരിക്കുക. ബിക്കോസ് ഐ ഹോണസ്റ്റ്ലി ഞാൻ ആഗ്രഹിക്കുന്ന അറ്റ്ലീസ്റ്റ് നിൻ്റെ അടുത്തെങ്കിലും നന്നായിട്ട് നിൽക്കട്ടെ എന്ന്. പക്ഷെ നിൻ്റെ അടുത്ത് നന്നായിട്ടല്ല നിൽക്കുന്നത്, നിന്നെ വെച്ചുകൊണ്ടും വേറെ കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ്, ഒരാളെ വെച്ചുകൊണ്ട് വേറെ കുറേ പേരുടെ കൂടെ പോകും. ഇപ്പോൾ ഐശ്വര്യനെ കിട്ടിയാലും പറ്റിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സഫ, യു ഹാവ് എ വെരി ഗുഡ് ലൈഫ്, യു ആർ ജസ്റ്റ് 23 years old. കുട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നോക്കിയും കണ്ടും ചൂസ് ചെയ്യുക, ലൈഫ് ചൂസ് ചെയ്യുക. ഇത് പറയാൻ ഞാൻ ആരും എല്ലായിരിക്കും, പക്ഷേ ഞാൻ പറഞ്ഞ ബിക്കോസ് നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ അറിയുന്ന ആൾക്കാരുണ്ട്. നിൻ്റെ ഇമേജ് നീ തന്നെ കളയാണ്ടിരിക്കുക. ഞാൻ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട്, ഓക്കെ? ഇത് നിങ്ങൾ വായിച്ചാൽ മതി. അക്വാസിറ്റിയിലും ഫ്ലാറ്റിൽ ലല്ലുവിനെ സഫിനെ ഒരുമിച്ച് കണ്ടെന്ന് പറയുന്ന കാര്യമാണ്. ഇതെന്നാ മെസ്സേജ് അയച്ചതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ അക്വാസിറ്റിയിൽ ഫ്ലാറ്റ് ഇവൻ എടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പം ആ ഒരു ടൈമിലായിരിക്കും സഫ പോയിട്ടുണ്ടാവുക. സഫനെ കണ്ടു, ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. എഗെയിൻ ദിസ് ഇസ് ജസ്റ്റ് ആൻ അലിഗേഷൻ, വന്നേക്കുന്നൊരു കാര്യമാണ്, ചാറ്റാണ്. വീഡിയോ എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ നീ അക്വാസിറ്റി കയറി പോകുന്ന വീഡിയോ ഒന്നുമില്ല. പക്ഷേ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സോ യു നോ, കുറച്ച് കഴിയുമ്പോൾ നിന്നെയും യൂസ് ചെയ്ത് ത്രോ ചെയ്യും. അങ്ങനെ ഒരു ചെറ്റാണത്. അപ്പം ഓടി രക്ഷപ്പെടുക, റൺ ബേബി, അത്രേ പറയാനുള്ളൂ. ഇനി ഇത്രയേ ഉള്ളൂ എനിക്ക് സഫ ലല്ലു ലൂപ്പിൽ പറയാനുള്ള. ഇനി ഞാൻ സഫ ലല്ലു നാജി കാര്യത്തിൽ ഞാൻ ഒന്നും റിയാക്ട് ചെയ്യില്ല ഗൈസ്. ഇനി ബാക്കി നമുക്ക് ഇൻ്റർവ്യൂയുടെ ബാക്കി ഭാഗത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ തന്നെ 48 മിനിറ്റായി. ഇത് എത്ര നേരം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും പറ്റുന്ന അത്ര സ്പീഡിൽ ഞാൻ പറഞ്ഞു പോവാം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാം, സഫേൻ അറിയാം? എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഇവന് ആലോചിക്കുകയാണ്, ചിന്തിച്ച് സ്ക്രിപ്റ്റ് പറ. ഇവൻ ഈ വണ്ടി എടുത്തതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, ലൈക്ക് ഞാൻ ഒളിച്ചോടിയെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലിരിക്കുക, അപ്പോഴാണ് ഇവള് പറയുന്നത് ഞാൻ ഒളിച്ചോടി എന്നിട്ട് ഫസ്മിന ആൻഡ് മാനാസ് ഇവര് വീഡിയോ ഇടും ഞാൻ ഒളിച്ചോടി എന്നിട്ട്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇത് കാണാണ്. അത് കണ്ടപ്പോ എന്റെ ഉമ്മാക്കൊക്കെ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്നിട്ട് നാട്ടിൽ നിന്നിട്ട് കയറാൻ വേണ്ടി നിൽക്കാം. നിന്റെ വീട്ടിലായിരുന്നോ കുട്ടാ? വെരി സോറി, ഐ ഹാവ് ടു പ്ലേ ദിസ്. എനിക്ക് വീട്ടുകാരെ ഡ്രാഗ് ചെയ്യണമെന്ന് തീരെ താല്പര്യമില്ല. പക്ഷെ എന്നിരുന്നാലും നീ ഇങ്ങനെ പച്ചക്കള്ളം നീ വീട്ടിലുണ്ടായിരുന്നെന്ന് പറയുമ്പോഴത്തേക്കും മെഹനാസ് February 14 നിൻ്റെ ഉമ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോള് റെക്കോർഡഡാണ്. ആ കോള് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അതൊന്ന് കേട്ടിട്ട് തീരുമാനിക്കുക നീ വീട്ടിലുണ്ടായിരുന്നോ ഇല്ലയോ, നിൻ്റെ വീട്ടുകാരായിട്ട് നീ ആ ടൈമിൽ കണക്ഷൻ ഉണ്ടോ നീ ഒന്ന് തീരുമാനിക്കുക. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ February 14 മുന്നേ ഈ ഇഷ്യൂ നടക്കുന്നതിന് മുന്നേ നിൻ്റെ വീട്ടുകാരായിട്ട് നിൻ്റെ ഉമ്മായിട്ട് നീ സംസാരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിവിടെ ഇടുക. ഓക്കെ, നിൻ്റെ ഉമ്മ പറയുന്ന കാര്യമാണ്, എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഇതിൽ ആരെ കള്ളം പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിൻ്റെ ഉമ്മ പറഞ്ഞ കാര്യം നീ കേട്ടോളൂ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഷിബിൽ എവിടെ ഉള്ളതെന്ന് അറിയോ? ആ ചെക്കൻ എവിടെ ഉള്ളതെന്ന് അറിയോ? അവൾ എന്റെ വൈഫിന് കൊച്ചിന് എത്തിട്ട് ഇവര് ഈ കറങ്ങി നടക്കാണ്. ഏഴുമ്പോ നിങ്ങളൊന്ന് വിളിച്ചിട്ട് വന്നൊരു കാര്യം ഒന്ന് പറയാം. എനിക്ക് 2 ദിവസമായി അവളെ കാണാത്തത്. ഞാൻ ഇത് നിവൃത്തികോടുകൊണ്ട് കേസെടുക്കാൻ പോവാ. അവനെ ഫോൺ വിളിച്ച് എടുക്കുന്നില്ല, അവൻ തണ്ടാക്കുന്നത്. CCTV ക്യാമറ അടക്കം കിട്ടിയിട്ടുണ്ട്. അവനാ വന്നത്. അവൻ പറഞ്ഞ് അവനല്ലാണ്. അവന്റെ ഡ്രസ്സ് കാര്യങ്ങൾ എന്റെ ഫ്ലാറ്റിൽ എങ്ങനെ എത്തി? നിങ്ങൾക്ക് നമ്മളോട് ചോദിച്ചിട്ട് നമ്മളെ വീട്ടിലില്ല, നമ്മളറിയില്ല. പിന്നെ നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് എന്താ ചെയ്യാ? എങ്ങനെയോ ഇതാക്കിട്ട് കിട്ടിയ മോനെ ഒന്ന് വിളിച്ചിട്ട് നമ്പർ എന്തെങ്കിലും ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ കാര്യം പറ. നമുക്കറിയാതെ നമ്മളെന്താ ചെയ്യാ? നമ്മളെ പരി ഞാൻ 5-6 മാസമായി ഈ വീട്ടിൽ പോകാൻ വന്നിട്ട് വിളിച്ചിട്ട് എനിക്കറിയില്ല ആരാ നിങ്ങള് വിളിക്കുന്നത്. എനിക്കറിയില്ല പോയി എവിടെ ഉള്ളത് എന്നുള്ളത്. ഓൻ എറണാകുളത്തുനിന്ന് എന്റെ ഭാര്യനെ കൂട്ടിട്ട് പോയി. എന്റെ ഫ്ലാറ്റിലുണ്ടായി. ഞാൻ പോകുന്ന സമയത്ത് ഇവര് 2 ആളും മുങ്ങി. എന്റെ കുഞ്ഞിന് ചെറിയ 8 മാസം പ്രായമായ കുഞ്ഞിനാണ്. നിങ്ങൾ ഉമ്മക്ക് അറിയായിരിക്കും, എന്നെ അറിയായിരിക്കും. എന്റെ ഓൾറെഡി ഫസ്റ്റ് ലൈഫ് ഇതേപോലെ നശിച്ചതാണ്.
അപ്പൊ എനിക്ക് അറിയാത്ത സംഗതി ഞാൻ എങ്ങനെയാണ് ഞാൻ ഓനക്കൊരു നിക്കാഹ് കഴിച്ചു ആ ഒരു പ്രശ്നത്തിലോ നിക്കാണ് എനിക്ക് ഒന്നും അറിയില്ല. അതന്നെ ഓൻ എന്തിനുമായി ഇങ്ങനെ കണ്ടാലും മാറി നടക്കണേ? അത് നമുക്ക് അറിയില്ല. നിങ്ങള് എന്നെ നിങ്ങൾക്ക് പിന്നെ അതായത് അല്ലാ, ഓന്റെ നമ്പർ ഉണ്ടോ വിളിച്ചാ കിട്ടണേ? ഇല്ല, എന്റെ കയ്യിലില്ല. ഇക്ക് വിളിക്കല ഇല്ല. ഞാൻ എന്താക്കലും വേറെ വഴിയില്ല. ഒന്നുകിൽ കേസ് കൊടുക്കും. ഞാനൊരു കാക്കൊന്ന് വിളിച്ചു ചോദിച്ചോക്കട്ടെ ഓൾക്ക് വിളിക്കലുണ്ടോ പിടിക്കണ്ടോന്ന്. ഒന്ന് വിളിക്കുന്ന കേട്ടല്ലോ അല്ലേ ഉമ്മ പറഞ്ഞത്? ഇതേ ഉമ്മാനെയാണ് നീ പറഞ്ഞത്. നീ വീട്ടിലാന്ന് പറഞ്ഞു, പിന്നെ നിനക്ക് വീട്ടുകാരായിട്ടൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ബട്ട് അതൊക്കെ ഇപ്പം ആയതായിരിക്കും. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ബ്രോ. ഇതൊന്നും അല്ലല്ലോ സ്റ്റോറി. നിൻ്റെ ഉമ്മാക്ക് നിൻ്റെ നമ്പർ പോലും, നിൻ്റെ പുതിയ നമ്പർ, നീ പുതിയ സിമ്മൊക്കെ എടുത്തല്ലോ, പുതിയ നമ്പർ പോലും നിൻ്റെ ഉമ്മാക്ക് നിൻ്റെ ഇല്ലെന്നാണ് പറയുന്നത്. നീ എവിടെയാന്ന് പോലും നിൻ്റെ ഉമ്മാക്ക് അറിയില്ലെന്നാണ് ഉമ്മ പറയുന്നത്. 5-6 months ആയിട്ട് നീ വീട്ടിൽ കയറിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഫെബ്രുവരി 14 നീ വീട്ടിൽ ഇരുന്ന് നിൻ്റെ ഉമ്മാക്ക് വിഷമം വരുന്നത് നീ അറിയുന്നത്? വീട്ടിലില്ല. മെഹനാസ് പറയുമ്പോഴാണ് നീ സഫയായിട്ട് പോയ കാര്യം പോലും നിൻ്റെ ഉമ്മ അറിയുന്നത്. ഓക്കെ, ആൻഡ് നമ്പർ ഇനി എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാനാണ് മെഹനാസിന് കൊടുത്തത്. ഉമ്മാനെ വിളിച്ച് ചോദിച്ചു നോക്കുക, എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞു. സോ വീട്ടിലാണെന്നുള്ള കള്ളം ഇപ്പോൾ പൊളിഞ്ഞില്ല എന്തായാലും. അപ്പം ഇനി കള്ളം പറയുമ്പോൾ സൂക്ഷിക്കുക. കാരണം നമ്മുടെ ഫോണിലൊക്കെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യവും റെക്കോർഡാവുമെന്ന് സൂക്ഷിച്ചും കണ്ടും അറിയുക. ഇനി എന്താ ബാക്കി കേൾക്കാം. ഒരു 14th ഫസ്റ്റോ മെസ്സേജ് അയക്കണേ എനിക്ക് ഒരു കാര്യം പറയാണ്ട് പറഞ്ഞിട്ട്. അന്ന് കോണ്ടാക്ട് ചെയ്ത് ഇവളിൻ്റെ കൂടെയാണെന്ന് ചോദിച്ചു. ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താണ്. എൻ്റെ വീട്ടിലാണ് ഞാൻ ഇവിടെ ഇല്ലാന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താണ്. ഉടനെ ഇൻ്റർവ്യൂർ വീഡിയോ കോൾ നിങ്ങൾ കണ്ടോ? ഇൻ്റർവ്യൂ എടുക്കുന്ന ആ ഒപ്പോസിറ്റിരിക്കുന്ന പെൺകുട്ടിയോടാണ് എനിക്ക് ചോദിക്കുന്നത്, വീഡിയോ കോളിൻ്റെ ഇത് നിങ്ങൾ കണ്ടായിരുന്നോ? ഫോണിലോട്ട് നിങ്ങളിങ്ങനെ നോക്കി നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന കണ്ടോ? അങ്ങനെ ഒരു വീഡിയോ കോൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അങ്ങനെ ഒരു വീഡിയോ കോൾ ഉണ്ടെങ്കിൽ തന്നെ അത് അവൻ്റെ വീടല്ല, അവൻ നിൽക്കുന്ന വേറെ ഏതെങ്കിലും റൂമായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അന്ന് അവൻ മെഹനാസിനെ വീഡിയോ കോൾ ചെയ്തിട്ടില്ല. ഇവൻ നോർമലി ഞാൻ ഇവൻ്റെ ചതി പൊക്കുമ്പോൾ ഇവൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇത് കണ്ടോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണിക്കും. ഇത് കണ്ടോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ തിരിക്കും. ഇങ്ങനെ നമ്മൾ ഒറ്റ സെക്കൻഡിൽ കാണുമ്പോഴത്തേക്കും നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അത് ഇവൻ്റെ മെയിൻ ഒരു ട്രിക്കാണ്. ഇവൻ ആരെ കൺവിൻസ് ചെയ്യണമെങ്കിലും ഇവൻ ഫോൺ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ആക്കും. അപ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ ആന്ന് മൂളും, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഇൻ്റർവ്യൂറിന് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ കോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഇടുന്നതിന് മുൻപ് ഞാൻ ഈ കൊച്ചിനെ അറിയത്തില്ല. ഇവളെ റൂമിൻ്റെ അവിടേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പോയിട്ടുണ്ട്. പോകാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഗ് എൻ്റെ ഫ്രണ്ട് ഇല്ലേ ഇവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തായിരുന്നു. അവന് നേരെ അവിടെ ഊബർ ഓടുന്നതുകൊണ്ട് നമ്മളെ പ്രൈവറ്റ് സാധനങ്ങൾ വണ്ടിയിൽ വെക്കാൻ പാടില്ല, കസ്റ്റമേഴ്സ് പരാതി കൊടുത്താൽ വിചാരിച്ചിട്ട് അവളെ വീട്ടിൽ വെച്ചായിരുന്നു. സഫ പറയുന്നത് CNG വണ്ടിയാണ്ട് ഡിക്കി സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. നീ പറയുന്നത് കസ്റ്റമർ പ്രൈവസി. അപ്പം ഈ ഇൻ്റർവ്യൂവിൽ തന്നെ നീ ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. നീ ഞാൻ ചെയ്യുന്നത് കുറേ നാളായിട്ട് ഒരുമിച്ച് നിന്നിട്ട് നിനക്ക് നിൻ്റെ ഷഡ്ഡി സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ല കുട്ടാ, കസ്റ്റമർ പരാതി പറയുന്നൊക്കെ. സഫയുടെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ബാഗ് വന്നതല്ലേ ഇഷ്യൂ ആയത്? അത് ഓൾറെഡി ബാഗ് വണ്ടിയിൽ വെക്കാൻ പറ്റത്തില്ല. CNG വണ്ടിയാണ്, ഡിക്കി സ്പേസ് ഒന്നുമില്ല. ബാക്കിയേക്കാം. നേരെ എന്ത് ചെയ്ത് എൻ്റെ ടീഷർട്ട് എടുത്തിട്ട് അവളെ പാൻറ്റീസിൻ്റെ അടുത്ത് വെച്ചിട്ട് ക്ലിപ്പ് ഇട്ടേക്കുക. ഇതൊക്കെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ആരെങ്കിലും അങ്ങനെ ഇതാക്കുമോ? വാഷ് ചെയ്തിട്ട് അങ്ങനെ ഡ്രസ്സ് ആരെങ്കിലും വെക്കുമോ? പിന്നെ വാഷ് ചെയ്തിട്ട് ഡ്രസ്സ് ക്ലിപ്പിടാണ്ട് ടെറസിലൊക്കെ ഇടുമ്പോൾ നമ്മൾ ക്ലിപ്പിടാണ്ട് എന്താ ചെയ്യുക? ഡ്രസ്സ് ഭിത്തിയിലോട്ട് ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഡ്രസ്സ് അഴയിലല്ലേ ഇടുക നോർമലി എല്ലാവരും. ഇൻ്റർവ്യൂവർ എന്തിരുന്നിട്ടാണ് എല്ലാത്തിനും തലയാട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് ഈസ് ദിസ്? ചിത്ര എന്നല്ലേ പേര്? കഷ്ടം തന്നെ. അങ്ങനത്തെ വീഡിയോ കണ്ടു. പിന്നെ അതേമാതിരി തന്നെ അതെന്താ അവിടെ ഒരു ലൈൻ കട്ട്? അതേമാതിരി തന്നെ ചുണ്ട് കടിച്ചിട്ട് പിന്നെ വേറെ ദൃശ്യം നിങ്ങൾ വെച്ചെന്ന് അവിടെ എന്താ ലൈൻ കട്ട് ചെയ്തേ? ഒന്നും കിട്ടിയില്ലേ പറയാൻ? അതേമാതിരി വേറെ ഒന്നും കിട്ടിയില്ലല്ലേ? ലൈൻ കട്ട് വന്നല്ലേ? സാരമില്ല, അടുത്ത കേൾക്കാം. ന്യൂസ് കേട്ടതിന് ശേഷമാണ് ഞാൻ ഇവളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോകാൻ തന്നെ. അപ്പോൾ അവൾ കേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ആലുവ സ്റ്റേഷനിൽ ഫസ്റ്റ് കേസ് കൊടുക്കുന്നത് ഈ സൈബർ സെല്ലിൽ പോയിട്ട് കേസ് കൊടുത്തു. സൈബർ സെല്ലിൽ കൊടുത്ത കേസ് എവിടെ നിന്ന് കാണിക്കാവോ? നീ സഫേനെ അന്ന് കോണ്ടാക്ട് ചെയ്ത് നീ കേസ് കൊടുത്തെന്ന് പറയുന്നു. അന്ന് കൊടുത്തേക്കുന്ന കേസിൻ്റെ എന്തെങ്കിലും ഒന്ന് കാണിക്കാവോ? അങ്ങനെ ഒരു കേസ് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ. കാരണം നീ ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല. നീ കൊടുത്തേക്കുന്ന കേസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഡേറ്റ് കൊടുക്കാം. 27-ാം തീയതി 27-ന് നടന്നൊരു സംഭവം. 2025-27 ഇവൻ ഉണ്ടാക്കിയൊരു സ്റ്റോറി. 16-ാം തീയതി ജാനുവരി 16-നാണ് സെബിൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തേക്കുന്നത്. അത് നടന്നേക്കുന്ന സംഭവം എന്ന് കൊടുത്തേക്കുന്നത്
27/6 ഇവൻ്റെ കഴുത്തിൽ കത്തി വെച്ച് ഇവനെ പിടിച്ച് കയറ്റി ഒരച്ച് എന്താ ഒരു കഥ ഇവൻ പറഞ്ഞായിരുന്നു. 27-ന് ഞാൻ ഡൽഹിയിലായിരുന്നു. ട്രെയിൻ ടിക്കറ്റ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ആ കഥ അങ്ങനെ പാളിപ്പോയി. നിൻ്റെ സിനിമാറ്റിക് സ്റ്റോറി പാളിപ്പോയി. ഇപ്പം പുതിയ സിനിമാറ്റിക് സ്റ്റോറിയാണ് കമ്പിപ്പാല, അതും പാളും. അപ്പം സിനിമാറ്റിക് സ്റ്റോറി ഉണ്ടാക്കുന്നത് നിർത്തിയിട്ട് റിയാലിറ്റിയിലോട്ട് വാ. ഓക്കെ, സോ സഫേനെ കോൺടാക്ട് ചെയ്ത കേസിനാന്നൊക്കെ പറയുന്ന നിൻ്റെ ആ നാടകം അങ്ങോട്ട് നിർത്തുക കുട്ടാ. സ്റ്റേഷന് പോയിട്ട് എൻ്റെ ഫോൺ അടക്കം ഏൽപ്പിച്ചാണ്, എന്തെങ്കിലും ചാറ്റ് കിട്ടാന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇവർ പലതും പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട്. ഇതിലെന്തോ എനിക്ക് പറയാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ കേസ് കൊടുത്തന്ന്, ഞാൻ നവംബറിൽ കേസ് കൊടുത്തിട്ട് ഇവൻ സ്റ്റേഷനിൽ വരുന്ന ദിവസം ഇവൻ്റെ 15 Pro, ഇവൻ്റെ ഇരിക്കുന്ന 15 Pro ആയിട്ടല്ല ഇവൻ വന്നത്. ഇവൻ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ആൻഡ്രോയിഡ് ഫോണായിട്ടാണ് വന്നത്. ആൻഡ് ഇവൻ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ ആ ഫോൺ വിറ്റു എന്ന് അതിവിദഗ്ധമായിട്ട് ഇവനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ഫോൺ വിറ്റെന്ന് പറഞ്ഞു. IMI നമ്പർ വെച്ച് ട്രേസ് ചെയ്തപ്പോഴത്തേക്കും ഒരു മൊബൈൽ ഷോപ്പിലോട്ടാണ് പോലീസ് വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരു മൊബൈൽ ഷോപ്പിൽ ഉള്ള ഒരാളാണ് ഫോൺ എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു ഈ ഫോൺ ഞങ്ങളാണ് ഇപ്പോൾ ഇതാക്കിയേക്കുന്നത്. ഫോൺ വിറ്റെന്നുള്ള സ്റ്റോറി അവൻ്റെ അവിടെ ഏറ്റു. മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് എന്തായാലും കൊള്ളാം. ആ ഫോൺ തന്നെ പിന്നീട് അവൻ്റെ കയ്യിലോട്ട് ലൈഫിൽ തിരിച്ചു വന്നു. ഡിസംബറിൽ പിന്നെ അവൻ എൻ്റെ അടുത്തോട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ ആ 15 Pro ഞാൻ കണ്ടപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നീ വിറ്റെന്ന് പറഞ്ഞ ഫോണല്ലേ കുട്ടാ ഇത്? അതൊക്കെ വെറുതെ അല്ലേ ഫസി, നിനക്കറിയാലോ ഞാൻ ഫോൺ വിൽക്കുമോ, എന്താ മോളെ ഇത് എന്ന് പറഞ്ഞ ആളാണ്. അപ്പം നീ ഒരിക്കലും നിൻ്റെ ഫോൺ ധൈര്യമായിട്ട് നീ ഒരാൾക്കും കൊടുക്കത്തില്ല, കാരണം നിനക്ക് ആ ധൈര്യം ഇല്ല. ആ ധൈര്യം ഉണ്ടെങ്കിൽ പലരും നിൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി ഓടും, മനസ്സിലായി? ഇപ്പോൾ കൂടെ നിൽക്കുന്ന പെണ്ണ് പോലും നിൻ്റെ കൂടെ നിൽക്കത്തില്ല കുട്ടാ. നിൻ്റെ ഫോണൊന്ന് തുറന്നു നോക്കുക. സോ സഫ എപ്പോഴെങ്കിലും ലല്ലുവിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അല്ലാണ്ട് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കാനായിട്ട് അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? സഫ കോണ്ടാക്ട് ചെയ്തായിരുന്നു. കോണ്ടാക്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞായിരുന്നില്ലേ, ഫസ്മിന ഇവളെ കൊണ്ട് ഫ്ലാറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയപ്പിച്ചിരുന്നത്. അങ്ങനെ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഞാൻ അന്ന് തന്നെ അവളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തായിരുന്നു. സഫേനെ ബ്ലോക്ക് ചെയ്തെന്നാണ് അപ്പം താങ്കൾ പറയുന്നത്. ഇനി സഫ പറയുന്നതൊന്ന് കേൾക്കാവേ. സ്നാപ്ചാറ്റിൽ ഹായ് റിക്വസ്റ്റ് ഇട്ടു, ഹായ് അയച്ചു. അപ്പൊ റിപ്ലൈ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. റിപ്ലൈ വന്നു. റിപ്ലൈ വന്നു. റിപ്ലൈ വന്നു. അപ്പോൾ ബ്ലോക്ക് ചെയ്ത ആൾ ഇവിടെ പറയുന്ന റിപ്ലൈ വന്നെന്ന്. ഓക്കെ, അതെന്തായാലും കൊള്ളാം. ഇനി ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. ലല്ലുവിൻ്റെ അക്കൗണ്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടടി ലല്ലു ഉണ്ട്, കാണുന്നില്ല. നിന്നെ ബ്ലോക്ക് ആക്കി കാണും. അവൻ എന്തേലും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ പോയത്. നിന്നെ ബ്ലോക്കാക്കി കാണുമെന്ന് പറയുമ്പോൾ അവൾ അത് ശരിയാ. അത് കഴിഞ്ഞിട്ട് എൻ്റെ താഴെ മിസ്രിയുടെ സ്റ്റോറി, ഞാൻ മിസ്രിയും ലല്ലു നിൽക്കുന്ന ഫോട്ടോ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും ആ അക്കൗണ്ട് തന്തയില്ലായ്മ കാണിക്കുന്ന ശവം. അപ്പോൾ ഇവള് പറയുന്നത് ഞാൻ ഇവളെ കൊണ്ട് ചാറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ്. അങ്ങനെ ചെയ്യിപ്പിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ കൊണ്ട് ഞാൻ ചാറ്റ് ചെയ്യിപ്പിക്കത്തില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ചാറ്റ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞ ഏത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവളെ അക്കൗണ്ട് ചോദിച്ചപ്പോൾ ഞാൻ അക്കൗണ്ട് അയച്ചു കൊടുത്തതാണോ? ഞാൻ എൻ്റെ താഴെ എൻ്റെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ, സഫ നീ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന എന്തെങ്കിലും കാര്യം സഫയുടെ അടുത്തുണ്ടെങ്കിൽ സഫയ്ക്ക് കാണിക്കാം. ഞാൻ ഒരിക്കലും സഫേനോട് മിസ്രിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല സഫ. സോ പ്ലീസ് സ്റ്റോപ്പ് ലൈയിങ് എവറി ടൈം. നിങ്ങൾ ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ച് കൂവരുത്. അപ്പം അതിൻ്റെ സ്ക്രീൻഷോട്ട്, അവൾ പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ സ്ക്രീൻഷോട്ട് വിട്ടുതരാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഒരു മെസ്സേജ് അയച്ചു, സ്ക്രീൻഷോട്ട് ഒന്ന് വിട്ടുതരുമെന്ന് ചോദിച്ചിട്ട്. എന്തൊക്കെയാണ് സെബില ഈ പറയുന്നത്? കുറച്ച് മുന്നേ പറഞ്ഞു ഞാൻ ബ്ലോക്ക് ചെയ്തു, മെസ്സേജ് വന്നപ്പോൾ തന്നെ നീ ബ്ലോക്ക് ചെയ്തെന്ന്. പിന്നെ പറയുന്നത് എൻ്റെയും സഫയുടെയും ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടാൻ വേണ്ടി നീ മെസ്സേജ് അയച്ചത്. അപ്പോൾ ബ്ലോക്ക് ചെയ്ത ആൾ എങ്ങനെ മെസ്സേജ് പോയി? അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരു ചാറ്റ് നടത്തി, ഞാനും സഫ ഇങ്ങനെ ഒരു ചാറ്റ് നടത്തിയെന്ന് നിനക്ക് എങ്ങനെ ആ ഒരു അറിവ് കിട്ടി? ജിബ്രീൽ വന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞോ? നിനക്ക് വഹി ഇറങ്ങിയോ ഞാനും സഫ അങ്ങനെ ഒരു ചാറ്റ് നടത്തിയോ? നിനക്ക് സഫ എന്ന് പറയുന്ന കൊച്ചിനെ അറിയത്തേ ഇല്ലായിരുന്നു ഇതിന് മുന്നെന്നല്ലേ പറഞ്ഞേ. സോ ഞാനും സഫയും ചാറ്റ് ചെയ്തെന്നുള്ളൊരു കാര്യം നിനക്ക് എങ്ങനെ അറിയാം? ബിക്കോസ് നീ എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ നീ എങ്ങനെ അറിഞ്ഞു? പിന്നെ ബ്ലോക്ക് ചെയ്ത കാര്യം എങ്ങനെ അൺബ്ലോക്ക് ചെയ്ത് ചാറ്റ് ചെയ്തിട്ടുണ്ടാവും, സ്ക്രീൻഷോട്ട് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ഭാഗമായിട്ടുണ്ട് ആ സ്റ്റോറി. സ്ക്രിപ്റ്റ് കൊള്ളാം. ഈ ഫസ്മിന് എന്തിനാ ഇതുപോലെ ലല്ലുവിനെ ഇതുപോലെ എന്താ പറയാ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്നത് എന്തിനാ? ഇവിടെ ഞാൻ കല്യാണം കഴിക്കുമ്പോഴേക്ക് 89.something സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് റിലേഷനിലായ ടൈമിൽ ഇവിടെ എന്നെ പക്ക ലോക്കാക്കിയ വേറെ കാര്യം. ഞാൻ ലോക്കാക്കിയെന്നോ? പരമ ചെറ്റയുടെ കവാലക്കുച്ചി അടിച്ച് പൊട്ടിക്കണ്ട നോയിൻ്റെ. ഒന്നുകൂടെ കേൾക്കട്ടെ, ഒരു മിനിറ്റ്. കല്യാണം കഴിക്കുമ്പോഴേക്ക് 89.something സബ്സ്ക്രൈബേഴ്സ്. കല്യാണം കഴിക്കുമ്പോൾ 89.something സബ്സ്ക്രൈബേഴ്സ്. ഞാനിവിടെ എൻ്റെ യൂട്യൂബിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ്, അതായത് ഇവനെ നിക്കാഹ് കഴിക്കുന്ന February 16, 2025 വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആ ടൈമിൽ 28K എന്തോ ഉള്ളൂ. 28K ഉള്ളൂ, 89 അല്ല കൂട്ടാ. അങ്ങനെ അങ്ങ് നീ
അങ്ങനെ അങ്ങ് നീ കണക്ക് കൂട്ടല്ലേ. 28K ഉള്ളൂ ഇവനെ നിക്കാഹ് കഴിച്ചിട്ട്. ഇവൻ പോകുന്ന ടൈമിൽ ഉള്ള ഇത് കാണിച്ചു തരാം. സെപ്റ്റംബർ 12 ഇവൻ പോകുമ്പോഴും 66 ആയിട്ടുള്ളൂ. അപ്പോൾ നീ പറയുന്ന 89 എനിക്ക് അപ്പോഴും ആയിട്ടില്ല. സോ ഇതെൻ്റെ ഡാഷ്ബോർഡാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് കൂട്ടാൻ വേണ്ടത്? എനിക്ക് 89 ഇല്ല. ഓക്കെ, പിന്നെ എനിക്ക് പറയാം 89 ആയത് എനിക്ക് തോന്നുന്നു ആ വർഷം അവസാനം ഇവൻ പോയി കഴിഞ്ഞ് ഇവൻ്റെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് 89 ആവുന്നത്. ഓക്കെ, സോ ഒരു വർഷം ഫുള്ള് ഞാൻ നിന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന വർഷം എനിക്ക് അങ്ങനെ റീച്ച് കയറിയിട്ടില്ല. കാരണം ആർക്കും നിൻ്റെ തിരുമോന്ത കാണുന്ന താല്പര്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവനെ ലോക്കാക്കി എന്ന് പറയുന്ന സംഭവം, ഞാനിവൻ നവംബറിൽ റിലേഷനായിട്ട് ചെറിയൊരു സ്റ്റോറിയാണ് കേട്ടോ, ഞാൻ കട്ട് ഷോട്ട് ചെയ്തിട്ട് പറയാം. സോ ഞാനിവന് റിലേഷൻ ആയിക്കഴിഞ്ഞ് നവംബറിൽ ഇവൻ എൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. എൻ്റെ ഒപ്പം എൻ്റെ റൂമിൽ, തൃക്കാക്കര റൂമിലാണ് ഇവൻ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്റ്റേ ചെയ്യുന്ന ടൈമിൽ, ഞാൻ ഉറങ്ങുന്ന ടൈമിൽ ഇവൻ എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഉമ്മാടെ നമ്പർ അതിൽ നിന്ന് എടുത്ത് ഇവൻ എൻ്റെ ഉമ്മാക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് ആ ടൈമിൽ ഞാൻ മുന്നേ, അതായത് തൊപ്പിയായിട്ട് റിലേഷൻ ആയിരുന്ന ടൈമിൽ എൻ്റെ ഫാമിലി ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എൻ്റെ ഫാമിലി എഗ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് മാറിയാണ് നിന്നുകൊണ്ടിരുന്നത്. അത് എല്ലാവർക്കും ഏകദേശം ഓൾമോസ്റ്റ് ഐ തിങ്ക് എവറിബഡി നോസ്. സോ ഇവനോട് ഞാൻ മീറ്റ് ചെയ്ത ടൈമിൽ ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുന്നത്തെ റിലേഷൻ കാരണം ഫാമിലി അത്ര വലിയ ഓക്കെ അല്ലെന്ന്. സോ ഇവൻ എൻ്റെ ഫാമിലീനെ എന്നെ ഓക്കെ ആക്കാമെന്നുള്ള വ്യാജേന എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് മോളെ എനിക്കിഷ്ടമാണ്, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, ഞാൻ മലപ്പുറം ബേസ്ഡാണ്, ഉപ്പ ഗൾഫിലാണ്, ജോലിയാണ്, ബിസിനസ്സാണ്, ഞാൻ മെഡിക്കൽ കോഡിങ് പഠിച്ചതാണ്, എല്ലാം കൊണ്ട് സെറ്റിൽഡാണ്, എനിക്ക് പ്രേമിച്ചൊന്നും നടക്കണ്ട, എനിക്ക് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉമ്മ ആൻഡ് വാപ്പ വാസ് ബേസിക്കലി വെരി ഹാപ്പി. കാരണം ഇത്രയും പബ്ലിക്കലി ഒരു റിലേഷൻ ഉണ്ടായിട്ട് വേറെ ആൾ കല്യാണം കഴിക്കാൻ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കത് വലിയ സംഭവമായിട്ട് തോന്നിയത്. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഓപ്പണായിട്ട് പറയാം, എൻ്റെ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഇവനോട് പറഞ്ഞു വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത് പിറ്റേന്ന്, ഞാൻ ഉറങ്ങി എണീറ്റിട്ട് പിറ്റേന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഉമ്മയായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞാൽ ഐ വാസ് നോട്ട് വെരി ഹാപ്പി. ഉമ്മയോട് പെട്ടെന്ന് എൻ്റെ കൺസെൻ്റ് ഒന്നും ഇല്ലാണ്ട് ഉമ്മയോട് സംസാരിച്ചപ്പോൾ എനിക്കത് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇവൻ്റെ എല്ലാ എക്സിനോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ ഈ ഉമ്മാനെ വിളിച്ച് ഫാമിലീനെ വിളിച്ച് കൺവിൻസ് ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റ് വാങ്ങിക്കാനാണ്. അത്രയും മാനിപ്പുലേഷൻ സ്കില്ലാണ്, മനസ്സിലായോ? ഹി ഹാസ് ഡൺ വിത്ത് എ ലോട്ട് ഓഫ് ഗേൾസ്. ഈ സെയിം കഥ പലരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. സോ എൻ്റെ വീട്ടിൽ വിളിച്ച് ഇങ്ങനെ കൺവിൻസ് ചെയ്ത് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി. എറണാകുളത്തുനിന്ന് എൻ്റെ വീട്ടിലോട്ട് വന്ന് വീട്ടുകാരായിട്ട്, എൻ്റെ വീട് അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും, എൻ്റെ വീട് അത്യാവശ്യം ഞങ്ങൾ ഓക്കെ ഫാമിലിയാണ്, അത്യാവശ്യം റിച്ചാണ്. ഞാനിത് പൊങ്ങച്ച ഒന്നും പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം പൈസ ഉള്ള ഫാമിലിയാണ്. അത് അവന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അവൻ വിചാരിച്ചിട്ടുണ്ടാവും ഇവളെ കല്യാണം കഴിക്കാമെന്ന്. എനിക്ക് അങ്ങനെയാണ്, എനിക്കിപ്പോൾ ആലോചിക്കുമ്പം എല്ലാം അത് ബേസ് ചെയ്താണ് റിലേറ്റ് ചെയ്യുന്നത്. ഇവൻ എൻ്റെ വീട് കണ്ടപ്പോഴത്തേക്കാണ് ഇവന് എന്നെ കെട്ടാനുള്ള ത്വര കൂടിയത്. ഓക്കെ, എനിക്കിവനെ ഫെബ്രുവരിയിൽ നിക്കാഹ് കഴിക്കണമെന്ന് യാതൊരു താല്പര്യമില്ലായിരുന്നു. എനിക്ക് ആക്ച്വലി നമ്മളൊരു 3 മാസം പരിചയപ്പെട്ട ഒരാളെ നിക്കാഹ് കഴിക്കാൻ എനിക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല. ഹി വാസ് ലൈക്ക് ഞാനാണ് നിൻ്റെ ഇത്, ഞാനാണ് മറ്റത് മറിച്ചത്, ഐ വിൽ ബി ദെയർ വിത്ത് യു ടിൽ ദ എൻഡ്. 1 വർഷമാണെങ്കിലും 2 വർഷം റിലേഷൻ ആയിരുന്നാലും ഞാൻ തന്നെയാണ് നിന്നെ കെട്ടാൻ പോകുന്നതെന്ന് എൻ്റെ മനസ്സിൽ എന്നെ കൺവിൻസ് ചെയ്തിട്ടാണ് നിക്കാഹ് കഴിക്കുന്നത്. അല്ലാണ്ട് ഐ വാസ് ക്ലിയർലി നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ആൻ ഏർലി മാരേജ്. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. അന്ന് റിലേഷൻ ആയ ടൈമിൽ അവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് റീൽസ് കാര്യങ്ങൾ എടുക്കാൻ എന്തിനൊന്നും താല്പര്യമില്ല. അപ്പോൾ അവൾക്ക് നമുക്ക് രണ്ടുപേർക്കും ജീവിക്കേണ്ട, വരുമാനം വേണ്ട പറഞ്ഞിട്ടാണ് ഇങ്ങനെ പുഷ് ചെയ്യും. എങ്ങനെ പുഷ് ചെയ്ത് നിൻ്റെ ഓരോ നീ ഇങ്ങനെ തള്ളുന്ന എങ്ങനെ കുട്ടാ? 26 സബ്സ്ക്രൈബേഴ്സുള്ള ഞാൻ യൂട്യൂബ് ആ ടൈമിൽ ചെയ്യുന്നില്ല. ഇവനെ നിക്കാഹ് കഴിച്ച് 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവനായിട്ടുള്ള ലവ് സ്റ്റോറിയുടെ വീഡിയോ എടുത്തത്. അത്രയും നാളും യൂട്യൂബ് ചെയ്യാത്ത ഒരാൾ എങ്ങനെ യൂട്യൂബ് വരുമാനമായിട്ട് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഓൺലൈൻ സ്റ്റോർ അറിയുന്നവർക്കറിയാം, റൂഹ് എന്ന് പറയുന്ന സ്റ്റോർ എനിക്കുണ്ട്. അങ്ങോട്ടുള്ള സാധനങ്ങൾ പർച്ചേസിനും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഡൽഹി പോയിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ മെയിൻ വരുമാന മാർഗ്ഗമായിട്ട് കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് എനിക്ക് വരുമാനത്തിന് ഞാൻ അത്ര മുട്ടി നിൽക്കുകയൊന്നുമില്ല. മൈ ഫാമിലി ഈസ് വെരി വെൽ ഓഫ്. എനിക്ക് അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. സോ എനിക്കങ്ങനെ കഷ്ടപ്പെട്ട് യൂട്യൂബിൽ നിന്ന് ഇതാക്കി പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി വെച്ചുകൊണ്ടിരുന്ന ആളല്ല ഞാൻ. പക്ഷേ ഐ വാസ് എ പേഴ്സൺ ഹൂ ഇസ് വെരി എക്സ്ട്രോവേർട്ട്. അപ്പം എനിക്കൊരു ലൈഫുണ്ട്, എനിക്കൊരു ഹാപ്പി ലൈഫുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു പാർട്ട്ണർ ഉള്ളത് സത്യം പറഞ്ഞാൽ ടു ബി ഓണസ്റ്റ് ഓപ്പണായിട്ട് പറയുന്നത് എനിക്കത് കാണിക്കുന്ന ആൾക്കാർ കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അവിടെ പോകുന്നത് ഇവിടെ പോകുന്നത്, അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. ബട്ട് വെൻ ഐ ഹാഡ് ദിസ്, എനിക്ക് അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ ഉള്ള ടൈമിൽ എനിക്ക് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഹാപ്പി മൊമെൻറ്റ്സ് എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും എന്തും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന നല്ല ഇതിടുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് എൻ്റെ പാർട്ട്ണറായിട്ട് ഇത്രയും ഹാപ്പി ആയിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് കാണിക്കുന്നത് ഐ വാസ് ലൈക്ക് എന്തോ ഒരു പ്രൗഡ് സംഭവം പോലെയായിരുന്നു. ബേസിക്കലി പറഞ്ഞാൽ പൊട്ടത്തരം, ഇമ്മച്യൂരിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക് ലെവൽ എന്ന് വേണേൽ പറയാം. അപ്പം
അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇവരെ യൂട്യൂബിലോട്ടൊക്കെ ഞാൻ പുഷ് ചെയ്തെങ്കിൽ ഇവൻ എനിക്ക് അയച്ചിരുന്ന മെസ്സേജാണ്. ഞങ്ങൾ അതായത് യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ ഫസ്റ്റ് അതായത് ഞങ്ങളുടെ ലവ് സ്റ്റോറി ആണോ എന്തോ ഒരു വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ അതിട്ടപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ഫ്രണ്ട്സ് സ്റ്റോറി ഇടുമ്പോൾ എങ്ങനെ യൂട്യൂബ് ലിങ്ക് കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാ സ്റ്റോറി ഇടണ്ടേ? എൻ്റെ ഫ്രണ്ട്സിനോട് ഇടാൻ പറയണേ, വ്യൂസ് വേണ്ടേ. ആരാ പറയുന്നത്? യൂട്യൂബിനോട് ഞാൻ പുഷ് ചെയ്ത ആളാണ് ഈ പറയുന്നത്. വ്യൂസ് ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ചോദിച്ച് വാങ്ങണ്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ പിന്നെ എനിക്ക് എല്ലാവരെയും കൊണ്ട് നേരത്തെ പിടിച്ച് സ്റ്റോറി ഇടിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ കൂട്ടാ. അത് കഴിഞ്ഞിട്ടാ ഞാൻ തന്നെ അവനോട് പറഞ്ഞു നമുക്ക് ഇൻസ്റ്റ ഒഴിവാക്കാം, എനിക്ക് വേണ്ട, എനിക്ക് വയ്യ, എന്നും പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ്. ഇനി ഒന്നും ഉണ്ടാവില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്, നോ സീൻ. ലല്ലു സീരിയസ്ലി ഫോൺ ചോദിക്കുമ്പോൾ തരുമോ? നോട്ട് ജോക്കിങ്. നിനക്കതിന് പറ്റുമോ? ഹാ വൈഫി. ഫോൺ ചോദിക്കുമ്പോൾ തരുമോ? ആ ചാറ്റ് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ദിസ് വാസ് ഓൾ വെൻ വി വർ മാരീഡ്. എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ്. ഫോൺ ചോദിച്ചാൽ തരത്തില്ല, ഇവൻ ഓടുമായിരുന്നു. അവൻ ടെറസ് വഴി താഴോട്ടാണ് ചാടിയിട്ടുള്ള സീൻ വരെ ഉണ്ടായിട്ടുണ്ട്. ബാത്റൂമിൽ കയറി ലോക്ക് ചെയ്യും, ചാറ്റ് മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് ഫോൺ കയ്യിൽ കൊണ്ട് തരും. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമാണ് നമുക്ക് ഇൻസ്റ്റ വേണ്ട. ബിക്കോസ് ഇൻസ്റ്റയിൽ വരുന്ന പെൺപിള്ളേരായിട്ട് കുറേ ചാറ്റ് ചെയ്ത് വേറെ രീതിയിലോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഇൻസ്റ്റ ഒഴിവാക്കാം. ഇത്രയും മുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇൻസ്റ്റ ഒഴിവാക്കുന്നത്. ഇവന് വേണ്ടി ഞാൻ ഇൻസ്റ്റ വരെ ഒഴിവാക്കാൻ തന്ന ആളാണ്. സോ ഡോണ്ട് എന്നെ പുഷ് ചെയ്ത് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുക. അത്രയും പറയുള്ളൂ. ഇനി ഒരു ചാറ്റ് ഞാൻ കാണിച്ചു തരാം. 6 കണ്ടീഷൻ എന്താ പറയും. അതിൽ അവൻ പറഞ്ഞേക്കുന്ന 6 കണ്ടീഷൻ. ഇത് നമ്മൾ സെപ്റ്റംബറിൽ നമ്മൾ നിർത്തി പോയി കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞേക്കുന്ന കണ്ടീഷൻസാണ്. അതിൽ പകുതി ഇവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷേ എനിക്കിവനെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയാം. മലപ്പുറം സ്റ്റേ ഓർ ഞാൻ പറയുന്ന അവിടെ സ്റ്റേ. സെപ്റ്റംബറിൽ ഇറങ്ങി പോയപ്പോൾ ഇവൻ പറയുന്നതാണ് മലപ്പുറത്ത് ഒന്നില്ല നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നിടത്ത് നിൽക്കണം. 2 നിസ്കാരം, ദാറ്റ് ഇസ് കൂൾ, ഓക്കെ, അത് ഫൈനാണ്. അതവൻ പറയുന്നത് നല്ലൊരു കാര്യമാണ്. 3 ഫ്രീഡം. ഫ്രീഡം എന്തിനാന്ന് വെച്ചാൽ വേറെ ആൾക്കാരായിട്ട് കളിക്കാൻ പോകണം, വേറെ ആൾക്കാരായിട്ട് ചെയ്യാൻ പോകണം, വേറെ ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്യണം, അതും ഇതൊന്നും ചോദിക്കാൻ പാടില്ല. ഫ്രീഡം വേണം അവന്. ഫ്രീഡം ഇല്ലാത്ത ഇത് റിലേഷൻ ആയിരുന്നെന്നാണ് ഇവൻ പറയുന്നത്. 4 യൂട്യൂബ് യൂട്രബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യൂട്രബ് എന്ന് വെച്ചാൽ യൂട്യൂബാണ് ഇവൻ ഉദ്ദേശിച്ചത്. യൂട്യൂബ് എന്ന് വെച്ചാൽ യൂട്യൂബ് ഇവൻ്റെ പേരിലാക്കണമെന്ന്. അതായത് എൻ്റെ ചാനൽ ഒഫീഷ്യലി ഇമെയിൽ ഐ ഡിയും ഇതും എല്ലാം കൊടുത്ത് പേയ്മെൻറ്റ്സിൻ്റെ ഇത് ബാങ്ക് ഡീറ്റെയിൽസ് ഇവൻ്റെ പേരിലാക്കണം എന്ന് ഇവൻ പറഞ്ഞു. 5 കാർ എൻ്റെ പേരിൽ, അതായത് എൻ്റെ വാപ്പ ഗിഫ്റ്റ് തന്ന കാറ് അവൻ്റെ പേരിലോട്ട് ആക്കണം. അതാകുമ്പം RC എടുത്ത് വിറ്റ് ഇവനെ പുട്ടാക്കാം. മനസ്സിലായോ? 6 എൻ്റെ സംശയം ഞാൻ മാറ്റണം. അതിൽ 5 ഞാൻ എടുത്തിട്ട് പറഞ്ഞു കാർ ഉപ്പതിന് തരില്ല എന്ന്. ബിക്കോസ് ആ കാറിൽ വേറെ കുറേ പെൺപിള്ളേരായിട്ട് പോയ കാര്യങ്ങളും ഇതെല്ലാം എൻ്റെ വീട്ടിലറിഞ്ഞ് പിന്നെ ആ കാറ് കൊടുക്കാന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർ അത്രയും തരം താഴ്ന്ന ആൾക്കാരെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ കാറില്ലാത്തതുകൊണ്ട് അവൻ എന്നെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അവൻ അത് കഴിഞ്ഞ് എഴുതിയിട്ടുണ്ട്. വേറെ സീനൊന്നും ഇല്ലയെന്ന്. അപ്പം ഇത്രയും പുഷ് ചെയ്ത ഒരാളാണെങ്കിൽ യൂട്യൂബൊക്കെ എന്തിനാ കൂട്ടാൻ നിൻ്റെ പേരിൽ? യൂട്യൂബ് നിൻ്റെ പേരിൽ വേണം, കാറ് നിൻ്റെ പേരിൽ വേണം, എൻ്റെ വീട്, എൻ്റെ നാട്ടിലത്തെ എൻ്റെ ഇതിലുള്ള വീട് നിൻ്റെ പേരിലാക്കണമായിരുന്നു. അങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് കൂട്ടാൻ നിനക്ക്? പൈസയ്ക്ക് വേണ്ടി ചാവും. അത്രയും വൃത്തിയായിട്ടവനാണ്. ഓക്കെ, ബാക്കി കേൾക്കാം. അങ്ങനെ നിന്നൊടുക്കാണ്. ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വില്ലിങ് ആവണാണ്. അവളെ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ വില്ലിങ് ആവുകയാണ്. അങ്ങനെ ഞങ്ങൾ നിക്കാഹ് കഴിയുന്ന ടൈമിൽ ഈ 80 സംതിങ് ഉള്ള സബ്സ്ക്രൈബേഴ്സ് നേരെ എന്ത് ചെയ്ത് 90 നിൽക്കാതെ കഴിഞ്ഞിട്ട് 90 ആയിരുന്നു. ഞാൻ ഓൾറെഡി നേരത്തെ സ്ക്രീൻഷോട്ട് കാണിച്ചല്ലോ. 27 ആയിരുന്നു. ഇവൻ പോകുമ്പോൾ വരെ 66 ആയിട്ടുള്ളൂ. 90 ആയിട്ടില്ല. വാടച്ച് മിണ്ടായി. ലൈഫിലോട്ട് വന്നതിൻ്റെ ശേഷമാണ് അവൾ നെഗറ്റീവ് ഫസ്റ്റ് പോയത്. അതിന് മുൻപ് അവൾക്ക് ഫുള്ള് നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും മറ്റേ തൊപ്പിയായിട്ടുള്ള അവൻ്റെ പേരൊന്നും ഇതിൽ വലിച്ചിട്ടുണ്ട് കാര്യമില്ല. അയ്യോ, അവൻ്റെ പേര്, തൊപ്പിയുടെ പേര് വലിച്ചിടുന്നില്ല. എന്നിട്ട് വലിച്ചിട്ടിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ എന്താ വലിച്ചിടാണ്ടിരുന്നത്? സ്ക്രിപ്റ്റ് റെഡി ആയില്ലേ? എന്തുകൊണ്ട് വലിച്ചിട്ടില്ല? ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്കും വിചാരിച്ചു ഫുൾ സപ്പോർട്ട് കിട്ടും. സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് സെക്കൻഡ് ഇൻ്റർവ്യൂ കൊടുത്തു. അതിലും സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് തേർഡ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടാണ് തൊപ്പി കുണ്ടനാന്ന് മോൻ വരുത്തി തീർത്തത്. ഇത്രയും 2 ഇൻ്റർവ്യൂസ് കൊടുത്തിട്ട് എനിക്ക് അവിഹിതമോ എനിക്ക് ജിം ട്രെയിനറോ എനിക്ക് വേറെ ഇതോ ഒന്നും വന്നില്ല. എന്നെ അവിഹിതം കൊണ്ടാണ് ഇട്ടിട്ട് പോയെന്ന് ഫസ്റ്റ് 2 ഇൻ്റർവ്യൂവിലില്ല. പക്ഷേ ലാസ്റ്റ് ഇൻ്റർവ്യൂ കൊടുക്കാൻ നേരത്ത് ആ ടൈമിൽ ആയപ്പോഴത്തേക്കും തൊപ്പി കുണ്ടനായി, ഫസ്മിനക്ക് വേറെ അവിഹിതമായി, ഫസ്മിന വേറെ പോയെന്നായി, എല്ലാം ഞാൻ പൊളിച്ചടുക്കി തരുന്നുണ്ട്. ഓക്കെ, ഇപ്പം തന്നെ 1 മണിക്കൂർ 10 മിനിറ്റായി. ഇനി എന്തോരം കാര്യങ്ങൾ ഞാനിവിടെ ആക്ച്വലി എഴുതി വെച്ചേക്കുവാണ്. മനസ്സിലായോ? എത്ര കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം എനിക്ക് തെളിയിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് മൊത്തം തെളിയിച്ചിട്ട് ഞാൻ എന്തായാലും ഈ സീരീസ് നിർത്തത്തുള്ളൂ. കാണുന്നവർക്ക് കാണാം. പിന്നെ പക്ഷെ ഞാൻ പറയാം, അവനായിട്ട് റിലേഷൻ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഒരുപാട് നെഗറ്റീവായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് അവളെ തലയിൽ തട്ടടലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്
പിന്നെ നെഗറ്റീവ് എന്നൊരു പോസിറ്റീവിലോട്ട് ഞാനാ കൊണ്ടുവന്നിക്കണേ. അതെ 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 നെഗറ്റീവിൽ നിന്ന് എനിക്ക് പോസിറ്റീവ് കൊണ്ടു തന്ന് എനിക്ക് ലൈഫ് ടൈം ട്രോമ തന്നിട്ട് പോയി. കൺഗ്രാറ്റുലേഷൻസ്. ഫസി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ലല്ലുവായിട്ട് കല്യാണം കഴിക്കുന്നത്. നിക്കായി കഴിക്കാനുള്ള മെയിൻ റീസൺ, പെട്ടെന്ന് നിക്കായി കഴിക്കാനുള്ള മെയിൻ റീസൺ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. ശരി, പ്രഗ്നൻസി ഇപ്പോൾ തന്നെ 1:11 പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞാൽ ഐ തിങ്ക് വീഡിയോ കുറേ അധികം നീണ്ടുപോകും. ഒരു 1:40 പോകും. കാരണം പ്രഗ്നൻസിയുടെ കാര്യം കുറച്ചധികം എനിക്ക് പറയാനുണ്ട്. കുറച്ചധികം കോൾസിൻ്റെ കാര്യം, പിന്നെ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ, പിന്നെ അത് ഇൻസിഡൻറ്റ് എങ്ങനെയായിരുന്നു, പ്രഗ്നൻ്റ് ആയതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ കുറേ അധികം നീണ്ടുപോകും. അപ്പം ഇത് പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ലല്ലോ പ്രഗ്നൻസിയുടെ കാര്യം. അതുകൊണ്ട് തന്നെ ഞാനത് അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ തന്നെ ഇടും. ഡോൺ വറി, നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ എവിടെയും പോകത്തില്ല, ഞാൻ ഇത് മൊത്തം തീർത്തിട്ടേ പോകത്തുള്ളൂ. പ്രഗ്നൻസിയുടെ കാര്യം ക്ലിയർ ചെയ്യാം, ഡ്രഗ്സിൻ്റെ കാര്യം ക്ലിയർ ചെയ്യാം, എല്ലാ കാര്യവും ഞാൻ തീർത്തിട്ടേ പോകത്തുള്ളൂ. ടെൻഷൻ ആവേണ്ട കൂട്ടാ, ജസ്റ്റ് വെയിറ്റ്. എല്ലാം കണ്ടിട്ട് അവസാനം നിങ്ങൾ തീരുമാനിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവൻ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഫുള്ള് പച്ചക്കള്ളമാണ്. അത് ഞാൻ പൊളിച്ചടിക്ക് എന്തായാലും കയ്യിൽ തരും. പ്രഗ്നൻസി നിൻ്റെ അല്ലെന്നല്ല നീ പറഞ്ഞത്, ഞാൻ എന്തായാലും ഉറപ്പുണ്ടാക്കി തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഉറപ്പ് നിനക്ക് ഉണ്ടാക്കി തരാം. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.